أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين ثم قال الأعمال صور قائمة وأرواحها وجود سر الإخلاص فيها الأعمال الظاهرة ലാഹിറായ അഅ്മാലുകൾ സുവറും ഖായിമത്തുൻ ഇങ്ങനെ കുത്തനെ നിൽക്കുന്ന വെറും സൂറത്തുകൾ മാത്രമാണ്. പ്രതിമകൾ എന്ന് പറയില്ലേ. വഅർവാഹുഹ അതിന്റെ അകത്തുള്ള അർവാഹ് എന്താണ്? അൽ അഅ്മാലു ലാഹിറായ അഅ്മാലിനെ പറ്റിയാ പറയുന്നത്. അൽ അഅ്മാലു ലാഹിറത്തു സുവറും ഖായിമത്തുൻ ഇതുപോലെ കൽ അശ്ഖാസില്ലത്തി ലൈസ ഫീഹാ അർവാഹുൻ അർവാഹില്ലാത്ത വെറും തടികൾ. ഫലാ നഫ്അ ബിഹാ അത്തരത്തിലുള്ള അഅ്മാലുകളൊക്കെ ഈ ലാഹിറായ അഅ്മാലുകളെ കൊണ്ട് ഫലയില്ല. അർവാഹില്ലാത്ത എന്താ അർവാഹ്? വഅർവാഹുഹ ഈ അഅ്മാലുകളിൽ ഉണ്ടാവേണ്ടുന്ന അർവാഹേത അല്ലത്തി ബിഹ ഹയാത്തുഹ വനഫ്ഉഹ അതിന് ഹയാത്തും നഫ്ഉം അതുകൊണ്ട് കിട്ടേണ്ടത് വുജൂദു സിർറിൽ ഇഖ്ലാസ് ഫീഹാ ഈ അഅ്മാലിൽ ഇഖ്ലാസ് ആകുന്ന സിർ അതിന്റെ അകത്തുണ്ടാകണം. എന്ന റൂഹ് ഉണ്ടാവുള്ളൂ. സിർറുൽ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ സിർറുൻ ഹുവൽ ഇഖ്ലാസ്. ആ സിർ ഇഖ്ലാസ് തന്നെയാണ്. ഇഖ്ലാസ് മറ്റുള്ള ആളുകൾക്ക് പിടുത്തം കിട്ടാത്തതാണ് സിർറിന് പേര്. അതെ, ആ സിർ ഇഖ്ലാസ് ഒന്ന് തന്നെ. വൽ ഇഖ്ലാസു യഖ്തലിഫു ബിഖ്തിലാഫിൻ നാസ് ഈ ഇഖ്ലാസ് എന്നുള്ളത് ജനങ്ങളുടെ നിലപാടനുസരിച്ച് മാറ്റം വന്നുകൊണ്ടിരിക്കും. അതാക്കുന്നു ഫഇഖ്ലാസുൽ ഉബ്ബാദി സലാമത്തു അഅ്മാലിഹിം മിനർ റിയാഇൽ ജലിയ്യി വൽ ഖഫിയ്യി ആബിദീങ്ങളുടെ ഇഖ്ലാസ് അവരുടെ അഅ്മാലുകൾ റിയാഇനെ തൊട്ട് സലാമത്താവലാണ്. ജലിയായ റിയാവും പറ്റൂല, ഖഫിയായ റിയാവും പറ്റൂല. വകുല്ലു മാ ഫീഹി ഹദ്ദുൻ ലിൽനഫ്സ് അതുപോലെ വകുല്ലി മാ ഹുവ ഫീഹി ഹദ്ദുൻ ലിൽനഫ്സി നഫ്സിന് ഹദ്ദുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും തൊട്ടും സലാമത്താവലാണ്. ഇത് ഉബ്ബാദിങ്ങളുടെ ഇഖ്ലാസ്. ഫലാ യഅമലൂനൽ അമല ഇല്ലാ ലില്ലാഹി തആല അപ്പോൾ ഏതൊരു അമലും അവർ അല്ലാഹു തആലാക്ക് വേണ്ടി അല്ലാണ്ട് ചെയ്യൂല. പക്ഷേ തലബൽ ലിസ്സവാബി വഹറബൻ മിനൽ ഇഖാബ് അള്ളാഹുവിന്റെ മക്കളിൽ നിന്നുള്ള സവാബിനെ അവർ തേടുന്നുണ്ട്, എക്കാബിനെ തൊട്ട് ദൂരത്ത് ഓടി രക്ഷപ്പെടുന്നുമുണ്ട്. പക്ഷെ എന്താ കുഴപ്പമുള്ളത് ഇവിടെ? മാ നിസ്ബത്തിൽ അമലി ഇലൈഹിം വൽഇഅ്തിമാദി അലൈഹി ഫീ തഹ്സീലി മാ ദുക്കിറ അമൽ അവരെ കൊണ്ട് ചേർക്കപ്പെടും. ഞാൻ ചെയ്ത അമൽ എന്നതുണ്ടാവും. അതിന്റെ മേലിൽ ഇഅ്തിമാദും ഉണ്ടാകും. എന്ത് വിഷയത്തിൽ? ഫീ തഹ്സീലി മാ ദുക്കിറ ഏതാ മാ ദുക്കിറ സവാബ് കരസ്ഥമാക്കാനും ഇഖാബിനെ തൊട്ട് രക്ഷപ്പെടാനും. ഇഖ്ലാസുൽ മുഹിബ്ബീങ്ങളെ ഇഖ്ലാസ് ഉണ്ട് രണ്ടാമത്തേത്. അതേതാ? ഹുവൽ അമലു ലില്ലാഹി തആല ഇജ്ലാലൻ വ തഅദീമൻ അല്ലാഹു തആലാക്ക് വേണ്ടി അമൽ ചെയ്യലാണ്, അല്ലാഹുവിനെ ആദരിച്ചതിന് വേണ്ടിയിട്ട്. എന്തിനാ ആദരിക്കുന്നത്? ലിഅന്നഹു തആല അഹ്ലുൽ ലിദാലിക അല്ലാഹു തആല അതിന് അർഹനാണല്ലോ. എന്നല്ലാതെ ലാ ലിഖസ്സി സവാബിൻ വലാ ഹറബിൻ മിൻ ഇഖാബ് സവാബിനെ തേടാൻ വേണ്ടിയിട്ടുമല്ല, ഇഖാബിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുമല്ല. വലിദാ ഖാലത്ത് റാബിയത്തുൽ ലദവിയ്യ ബീബി റളിയല്ലാഹു തആല അന്ന പറഞ്ഞത് മാ അബത്തുക ഖൗഫൻ മിൻ നാരിക വലാ തമഅൻ ഫീ ജന്നതിക മാ അബത്തുക ഞാൻ നിന്നെ ആരാധിച്ചിട്ടില്ല, ഖൗഫൻ മിൻ നാരിക നിന്നെ നാരിനെ തൊട്ട് പേടിച്ചിട്ടോ, വലാ തമഅൻ ഫീ ജന്നതിക നിന്റെ സ്വർഗ്ഗത്തിൽ കൊതിച്ചതിന് വേണ്ടിയോ ആരാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ എന്തുണ്ട്? മാ അബത്തുക്ക എന്ന് പറയുമ്പോ ഞാൻ നിന്നെ ആരാധിക്കൽ ഒരു ഞാനും ഒരു നീയും ഒരു ഇബാദത്ത് ഇങ്ങനെ മൂന്നായിട്ട് അവർ കണ്ടിട്ടിട്ട് മൂന്നെണ്ണുണ്ടല്ലേ. ആബിദുണ്ട്, മഅബൂദുണ്ട്, ഇബാദത്തും ഉണ്ട്. അപ്പൊ ഫനസബത്തിൽ ഇബാദത്ത ഇലൈഹ ഇബാദത്തിന് ഓറക്കൊള്ള ചേർക്കപ്പെട്ടിട്ടുണ്ട്. ഇനി ഇതിനേക്കാണ് മേലെ വൈഖ്ലാസുൽ ആദിശയങ്ങളാണ് മൂന്നാമത്തേത്. ഷുഹൂറുഹും ഇൻഫിറാദുൽ ഹഖി ബിതഹരീഖിഹിം വതസ്കീനിഹിം
അവർ ഷുഹൂദാവലാണ് ഇൻഫിറാദൽ ഹഖ്, ഹഖ് സുബ്ഹാനഹു വ തആല മുൻഫരിദാണ് എന്നതിൽ ഈ തഹരീഖിഹിം വ തസ്കീനിഹിം, ഓരോ അടക്കല് കൊണ്ടും അനക്കല് കൊണ്ടും എല്ലാം മിൻ ഗൈരി അൻ യറൗ ലിഅൻഫുസിഹിം, അവരെ നഫ്സിന് അവർ കാണുന്നേയില്ല, ഹൗല ഖുവ്വത്തൊന്നും കാണൂല. അപ്പൊ ഞാൻ ചെയ്തു എന്ന് പറയാനൊന്നും ഉണ്ടാവില്ല. ഞാൻ ചെയ്താൽ മതി, ഞാനെവിടെ ഉണ്ടാവും, ഞാനുണ്ടായിട്ട് വേണ്ടേ ഞാൻ ചെയ്യലി. ഫലാ യഅമലൂനൽ അമല ഇല്ലാ ബില്ലാഹ്, അപ്പോൾ ഒരമലും അവിടെ ബില്ലാഹിയ പറഞ്ഞത്, മറ്റേത് ലില്ലാഹിയ, ഇല്ലാ ബില്ലാഹി ലാ ബിഹൗലിഹിം വലാ ഖുവ്വതിഹിം, അതാണ് ഇല്ലാഹി വേറെ തന്നെ മതി, അവരെ ഹൗലും കൊണ്ടു വല ഖുവ്വത്തും അല്ല. വഹാദ അർഫഅ മിമ്മാ ഖബ്ലഹു, ഇത് മുമ്പ് പറഞ്ഞ എല്ലാത്തിനേക്കാളും മേലെയുള്ളതാണ്. ثم ذكر رحمه الله تعالى പറയുകയാണ് മാ യുഈനു അലൽ ഇഖ്ലാസി വയുഹസ്സിനുഹു, ഇഖ്ലാസിനെ ഉണ്ടാക്കി തരുന്നതും അതിന് വേണ്ടി സഹായകരമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അതിന് മുമ്പ് പറഞ്ഞിരുന്നു. ജനങ്ങളെ കൂട്ടത്തിൽ എത്രത്തോളം ആഴത്തിൽ ഇറങ്ങുന്നു അത്രത്തോളം ഇഖ്ലാസ് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. പിന്നെ അവർക്ക് വേണ്ടി കൊലം കെട്ടിലായിരിക്കും എല്ലാ ഫാഷൻ ഉണ്ടാക്കല്. ഞങ്ങൾക്ക് ടൂറിങ്ങിനെ ബഹുമാനിച്ചോളൂ. അതാ അതുകൊണ്ടാ പറയുന്നത് ഇദ്ഫൻ വുജൂദക ഫീ അർദിൽ ഖുമൂൽ, ഇദ്ഫൻ വുജൂദക ഫീ അർദിൽ ഖുമൂൽ ഫമാ നബത മിമ്മാ ലം യുദ്ഫൻ ലാ യതിമ്മു നിതാജുഹു. ഇദ്ഫൻ വുജൂദക, നിന്റെ വുജൂദിനെ തന്നെ നീ കുഴിച്ചിടണം, മറമാടണം. ഖുമൂലാകുന്ന ഭൂമിയിൽ, ഖുമൂൽ എന്ന് പറഞ്ഞാൽ എന്താ? ഐ ഫിൽ ഖുമൂൽ വഹുവ അദ്മു ശുഹറ, ശുഹറത്തില്ലായ്മക്കാണ് എന്ത് പറയല് ഖുമൂൽ എന്ന് പറയല്. അതിനാ ഭൂമിയോട് തസ്ബീഹാക്കിയിട്ട് പറഞ്ഞു സുഹൃത്തില്ലായ്മ എന്നല്ല, ആ പ്രസിദ്ധിയില്ലായ്മ, അവിടെ നിന്റെ വുജൂദ് കൊണ്ടുപോയി കുഴിച്ചിടുക. മറമാടിക്കോ, അത് അശുഹറത്ത് ഷബീഹി ബില്ലറും, അത് ഭൂമിയോട് തസ്ബീഹാക്കപ്പെട്ടതാണ്. വദഫ്നു വുജൂദിക ഫീഹി, എങ്ങനെയാന്ന് നിന്റെ വുജൂദിനെ അതിൽ കുഴിച്ചിടൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അല്ലാ തതഅത അസ്ബാബ ശുഹറത്തി, ശുഹറത്തിന് ആവശ്യമായ ഒരു കാരണങ്ങളെ നീ കൈകാര്യം ചെയ്തെടുക്കല്. സുഹൃത്തുണ്ടാക്കേണ്ട പരിപാടിയൊന്നും വേണ്ട, പബ്ലിസിറ്റി ഒന്നും വേണ്ട. നമ്മടെ വരെ ടി വി കൊടുക്കണം, അവിടെ വായന ഇങ്ങനെ മൂലക്ക് തൂക്കണം, ഇങ്ങനെ കൊടുക്കണം, ഇങ്ങനെ കൊടുക്കണം പറഞ്ഞിട്ട് സുഹൃത്തുണ്ടാക്കിയിട്ട് വിളിച്ചു പറയണം, 2 ദിവസം 3 ദിവസം വിളിച്ചു പറയണം എന്നെല്ലാം പറഞ്ഞിട്ട് സുഹൃത്തുണ്ടാക്കുന്ന പരിപാടികളൊന്നും വേണ്ട. സുഹൃത്തുണ്ടാക്കുന്ന ഒരു അസ്ബാബുകളെയും കൈകാര്യം ചെയ്യാതിരിക്കുക. അതങ്ങനെ സുഹൃത്തുണ്ടാക്കുന്ന അസ്ബാബ് ഏത് രീതിയാണ്? നഫ്സകലിൽ മനാസിബി വഗൈരിഹ, നിന്റെ നഫ്സിന്റെ ഓരോ പദവികൾക്ക് വേണ്ടി അവതരിപ്പിക്കുക. ഇന്ന ആളാണ്, ഇന്ന് സ്റ്റേറ്റ് ലെവലിലുള്ള ആളാണ്, ജില്ലാ ലെവലിലുള്ള ആളാണ്, ഇന്ന രൂപത്തിലുള്ള സ്ഥാനമാനങ്ങളുള്ള ആളുകളാന്നൊക്കെ പറഞ്ഞിട്ട് വേണ്ടേ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ. അപ്പൊ നിങ്ങളെ പോസ്റ്റ് എന്താ വെക്കണ്ടെന്ന് വെച്ചാൽ എനിക്കൊരു പോസ്റ്റ് ഇല്ലാന്നാ പിന്നെ നോട്ടീസ് കൊടുക്കണം. ശക്തിവേദം നല്ലുണ്ട്, പോസ്റ്റ് എന്താ പറയണ്ട്? അപ്പൊ എന്തായിരുന്നാന്ന് വെച്ചാൽ അസ്ബാബു സുഹൃത്തിനുള്ള ആ തഹാത്തികത മംഫിക്ക് സൂറത്താണ്. ഇവിടെ അല്ലാത്ത തഹാത്ത എന്ന് പറഞ്ഞാൽ കൈകാര്യം ചെയ്യാതിരിക്കൽ എന്ന് പറഞ്ഞത് നഫിയാണ്. കൈകാര്യം ചെയ്യുന്ന രീതിയാണ് ഇത് ബിയാൻ തഹാത്തുള്ള നഫ്സക്കലിൻ മനാസിബി വഗൈരിഹ. അപ്പൊ മംഫിക്കാണ് ഇത് സൂറത്ത്. മിമ്മാ ഫീ ഇന്തിശാറു സീതി, നിന്റെ കേളിയും കീർത്തിയൊക്കെ പ്രസിദ്ധമാവാൻ ഉള്ള കാര്യങ്ങളൊക്കെ അതിലുണ്ടാകും. അതൊന്നും കൈകാര്യം ചെയ്യണമെന്നാണ്. അപ്പൊ ഓരോ സ്ഥാനമാണ് ഏറ്റെടുക്കേണ്ടത് എന്ന് പറയാൻ പോകുന്നത്. ഇവര് പക്ഷേ സ്ഥാനമാനങ്ങൾ ഉള്ള ആളായിരിക്കാം സുലൂക്കിലേക്ക് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ സ്ഥാനമാനം ഈ സുലൂക്കിന് ശേഷം കിട്ടലുണ്ട്. ഇങ്ങനെ 2 രീതിയല്ല ഉണ്ടാകല്. അപ്പോ ഫൈൻ സലത്തരീക്കം ബാധ സുഹുറത്തിക്ക, സുഹുറത്ത് ആദ്യം ഉണ്ടായതിനു ശേഷം സുലൂക്കിൽ കടന്നാൾ അതെന്താ ചെയ്യാന്ന് വെക്കുന്നു. അവന്റെ പദവി ഇപ്പം ചാടണോ എന്ത് ചെയ്യണ്ട്? അവിടെ ഫൽ വാജിബ് അലൈക തവാദുഉ, അതിനെ പറ്റി പൊക്കിപ്പൊന്നും പറയാതെ കണ്ട് തവാദുആണ് ഇവിടെ വാജിബ്. വഅല്ലാ തറാ ലിനഫ്സിക മഖാമൻ വലാ തറാ മാ അൻത ഫീഹി മിനൽ മനാസിബി വഗൈരിഹാ ഷൈഅൻ അദീമാ, നിന്റെ നഫ്സിന് വല്ല പദവികൾ ഉണ്ടെന്നോ അതും കാണണ്ട. നീ ഇപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന പദവി ഉണ്ടല്ലോ, അത് വലിയൊരു കാര്യമായ സാധനമാണ് നീ കാണേണ്ടത്. അത് കാണണ്ട. നീ വലിയ ഒരുപക്ഷെ മന്ത്രിയായിരിക്കും, അല്ലെ നീ അങ്ങനത്തെ ആളായിരിക്കും ഇങ്ങനത്തെ ആളായിരിക്കും. ബാൽത്തറ അന്നൽ ഖൈറ ഫീ തർക്കിഹി, ഖൈറുള്ളത് അത് ഉപേക്ഷിക്കലിലാണെന്ന് കണ്ടോളുക.
പക്ഷെ നമുക്ക് അങ്ങനെ പെട്ടെന്ന് വിളിച്ചു ചാടാൻ പറ്റുമോ? ലാകിൻ ലാ തത്റുഖു ഇല്ലാ ബി ഇശാറത്തി ഉസ്താദിക. ഉസ്താദായ നമ്മുടെ ശൈഖ്, അവരുടെ നിർദ്ദേശം കിട്ടാതെ കണ്ട് ഉപേക്ഷിക്കാൻ പാടില്ല. പദവികള് അല്ലെങ്കിൽ ഇലാഹിയായ ഒരു ഇതിന് വരട്ടെ. അത് കുറച്ച് കാമനീയങ്ങളാവുമ്പോ അങ്ങനെ ഉണ്ടാകരുത്. ഇനി പറയുന്നത് സുമ്മ ദറബലി ദാലിക മസലൻ, പിന്നെ ഒരു ഉദാഹരണമാണ് ഊപ്പർ പറയുന്നത് ബി ഖൗലിഹി. എങ്ങനെ? ഒരു ചെടിയോട്, ഒരു ചെടി എത്ര ആഴത്തിൽ കുഴിച്ചിട്ട് നന്നായിട്ട് വേരൂന്നോ അത്ര കണ്ട് ചെടിക്ക് നല്ല ഉറപ്പുണ്ടാവും. മേലെ അങ്ങോട്ട് വെതിരിച്ച് കാണത്തക്ക രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ഒന്നിക്ക് തീരെ മുളക്കാതെ കണ്ട് കാക്കം കൊത്തിക്കൊണ്ടുപോകും, അല്ലെങ്കിൽ മുളച്ചാൽ തന്നെ വേലിറക്കാതെ കണ്ട് കടമൊഴുകി വീഴും. രണ്ട് രീതിയിലുണ്ടാലേ. മുളച്ചതാ പറയുന്നത്. ഫമാ നബത്ത മിനൽ ഹബ്ബി, ധാന്യങ്ങളിൽ നിന്ന് മുളച്ച ഒന്ന്. ഇന്തിനാൽ മിമ്മാലം യുദുഫൻ, അത് ദഫൻ ചെയ്യപ്പെട്ടിട്ടില്ല. ആ രീതിയിൽ മുളച്ച ഒന്ന് ലായത്തെമുനിതാജുഹു, അതിന്റെ കായികനികൾ പൂർണ്ണമായി കിട്ടൂല. വീണ് മുളച്ച സാധനം. ബൽ യഖ്റുജു ദഈഫൻ മുസ്ഫറൻ, വളരെ ദഈഫായിട്ടും മഞ്ഞ പിടിച്ചതായിട്ടാണ് ഉണ്ടാകല്, നല്ല മൂപ്പത്തൂല. ലാ യൻതഫിഉ ബിഹിൽ ഇൻതിഫാഅത്താം, ലാ യൻതഫിഉ ബിഹിൽ ഇൻതിഫാഅത്താം, പൂർണ്ണമായ ഇൻതിഫാ അതുകൊണ്ട് കിട്ടൂല. ഇത് മുളച്ച കണ്ടെന്ന സ്ഥിതിയാ പറയുന്നത്. ഇനി വൈതാലം ഞമ്പുത്ത്, ഇനി മുളക്കുന്നില്ല എന്ന് വെക്കാം. എന്നാ ഫൽ ഗാലിബു ആ ധാന്യത്തിനെ പക്ഷികൾ കൊത്തിക്കൊണ്ടുപോകാണ് സാധാരണ പതിവുണ്ടാകുന്നത്. ഫലാൻ, അതുകൊണ്ടും മയത്തിന്റെ ഉപകാരം കിട്ടിയിട്ടില്ലല്ലോ അല്ലേ? വകദാലിക സാലികു, ഇതേമാതിരി സാലിക്കായ ഒരു മനുഷ്യൻ ഇദാ തആത അസ്ബാബ ശുഹറത്തി ഫീ ബിദായത്തിഹി, അവന്റെ ബിദായത്തിന്റെ രംഗത്ത് തന്നെ ശുഹറത്തിന് ആവശ്യമായ അസ്ബാബെല്ലാം കൈകാര്യം ചെയ്തു. എന്നാ ഖല്ല അൻ യുഫ്ലിഹ, അവൻ മുഫ്ലിഹാകൾ വളരെ പ്രയാസമാണ്, കുറവാണ്. ഫീ നിഹായത്തിഹി, നിഹായത്തിൽ. ബിദായത്താണ് സുലൂക്ക്, നിഹായത്താണ് വുസൂല്. അപ്പൊ വുസൂലിൽ ഫലാഹ് ഉണ്ടാവൂല, വുസൂൽ ആകലന്നെ ഉണ്ടാവൂല എന്നാ പറഞ്ഞ സ്ഥാനത്താണ്. അതുകൊണ്ട് വബിനി കദിനി തഹഖുഖിഹി ബി വസ്ഫിൽ ഖുമൂൽ, ഖുമൂൽ എന്ന ആ സുഹൃത്തില്ലായ്മ ഉണ്ടല്ലോ, അത് എത്ര കണ്ട് തഹഖുഖാകുന്നുവോ അത്ര കണ്ട് യതഹഖഖു ലഹു മഖാമുൽ ഇഖ്ലാസ്, ഇഖ്ലാസിന്റെ മഖാമിന് കിട്ടിക്കൊണ്ടേയിരിക്കും. അതിനാൽ ഫമബിന അംദിഹി ഫിൽ ഇബ്തിദാഇ അലൽ ഫിറാർ മിനൽ ഖൽഖി വഇഖ്മാലിദ് ദിക്രി വഅദമി ഹുബ്ബി ശുഹറത്തി, തുടക്കത്തിൽ അവന്റെ ഒട്ടാകെ കാര്യം എടുക്കപ്പെടേണ്ടത് ഖൽഖിനെ തൊട്ടുള്ള ഫിറാർ. ഖൽഖിനെ പറ്റി എനിക്ക് ആർക്കും ഒന്നും തീരണ്ട. അപ്പം തന്നെ എന്താക്കി ഒരാളായി, പിന്നെ ഈ ഒരു വയ്യത്ത് വാങ്ങി പോയിട്ടുണ്ടാവും, അപ്പൊ തന്നെ തസ്മീം പിടിച്ച് നടക്കാൻ തുടങ്ങി. പിന്നെ ഒരു പ്രത്യേക കൊലയിലാക്കാൻ തുടങ്ങി. സുഹറത്ത് ഇവിടെ തന്നെ തുടങ്ങിയെന്നു ഒന്നല്ലേ. ദിക്കിറിന് ഇവനെ പറ്റിയുള്ള പ്രസിദ്ധി എത്രത്തോളം മൂടി വെക്കാമോ അത്രത്തോളം ഇസ്മാലു ദിക്കിർ വേണം. വാദമി ഹുബ്ബി സുഹറത്തി, സുഹറത്തിന്റെ ഹുബ്ബ് ഇല്ലാതിരിക്കുകയും വേണം. അങ്ങനെ ഇവന്റെ ബശരിയായ ഔസാഫെല്ലാം അങ്ങോട്ട് ഫന ആയി തീർന്നിട്ട് റബ്ബിനോടൊപ്പം ബക്കാവും കിട്ടിക്കഴിഞ്ഞാൽ കാന മഅ മൗലാഹു, പിന്നെ മൗലാന്റെ കൂടെ ആയിരിക്കും ഇവനുണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുഹൂറാക്കുന്നെങ്കിൽ ദുഹൂറാക്കട്ടെ, അല്ലാഹു തആല മറക്കുന്നെങ്കിൽ മറച്ചു വെച്ചുകൊള്ളട്ടെ. എന്നാ ദുഹൂറാകണമെന്ന് അതും വെക്കണ്ട, ഖഫാകണം അതും വെക്കണ്ട. ഖാല സയ്യിദ് അബുൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബുൽ അബ്ബാസ് മുർസീദങ്ങളാണ്. മൻ അഹബ്ബ ദുഹൂർ, ഒരാൾ ദുഹൂറിനെ ഇഷ്ടപ്പെട്ടാൽ ഫഹുവ അബ്ദുൽ ദുഹൂർ എന്ന് അവനെ വിളിക്കേണ്ടത് എന്നാണ്. അബ്ദുല്ലാ എന്ന് വിളിക്കാനില്ല. വമൻ അഹബ്ബൽ ഖഫായിനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അബ്ദുൽ ഖഫാ ഫഹുവ അബ്ദുൽ ഖഫാ എന്നാണ് വിളിക്കേണ്ടത്. വമൻ കാന അബ്ദല്ലാഹ്, ഒരാൾ അള്ളാഹുവിന്റെ അബ്ദാണോ ഫസവാഉൻ അലൈഹി അദ്ഹറഹു ഔ അഖ്ഫാഹു, അള്ളാഹു തആല അവനെ ദുഹൂറാക്കിയാലും ശരി ഖഫിയാക്കിയാലും ശരി രണ്ടും കണക്കന്നെ. അള്ളാഹ് എന്താക്കുന്നത് പോലെ. ഇനി അവിടെ തീർന്നു. ഇനി പുതിയ തുടങ്ങുന്ന കൽബിന് ഏറ്റവും അധികം പുരോഗതിയും നല്ല ഉത്തേജനം കിട്ടാൻ എന്താ പരിപാടി എന്ന്. മാ നഫഅൽ ഖൽബ ശൈഉൻ മിസ്ല ഉസ്ലത്തിൻ യദ്ഖുലു ബിഹാ മൈദാന ഫിക്റത്തിൻ, അതാണ് അടുത്തത് പറയാൻ പോകുന്നത്.
മാ നഫഅൽ ഖൽബ ഷൈഉൻ മിസ്ല ഉസ്ലത്തിൻ യദ്ഖുലു ബിഹാ മൈദാന ഫിക്റത്തിൻ എന്ന് പറയുന്നു. കൽബിന് ഉപകാരപ്രദമായ ഒരു കാര്യവുമില്ല. ഷൈഉൻ എന്തിനെ പോലെ? മിസ്ല ഉസ്ലത്തിൻ, ഉസ്ലത്ത് പോലെ ഉപകാരപ്രദമായ ഒന്നില്ല. പക്ഷേ ഉസ്ലത്ത് മാത്രം ഉണ്ടാകുന്ന കാര്യം യദ്ഖുലു ബിഹാ, ആ ഉസ്ലത്തിൽ കൊണ്ട് കടക്കണം മൈദാന ഫിക്റത്തിൻ, ഫിക്റത്തിന്റെ മൈതാനിലേക്ക് കടക്കണം. അപ്പൊ ഇവിടെ രണ്ട് സംഗതിയുണ്ട്. ഒരു ഉസ്ലത്ത് വേണം, ഫിക്റത്തിന്റെ മൈതാനിയും വേണം. അപ്പോ ഉസ്ലത്ത് ഉപയോഗിച്ചുകൊണ്ട് മൈദാന ഫിക്റത്തിലേക്ക് കടക്കണം. അപ്പൊ പ്രധാനം ഏതാണ്? മൈദാന ഫിക്റത്താണ് നമ്മൾ ആവശ്യം. അതിലേക്ക് സഹായകമാകുന്ന ഒരു കാര്യമാണ് ഉസ്ലത്ത്. ഉസ്ലത്തിലാണ് ഫിക്റത്ത് നടക്കൂല. അപ്പൊ തനിച്ച ഉസ്ലത്തല്ല ഉദ്ദേശം. അതാ മാ നഫഅൽ ഖൽബ എന്ന് പറഞ്ഞ ഏത് കൽബ്? കൽബൽ മുരീദ്, മുരീദിന്റെ കൽബ ഉദ്ദേശിക്കുന്നു. എന്തിന് ഉപകാരം? എന്തിന്റെ വിഷയത്തിൽ ഉപകാരം? ഫി തതഹുരി മിൻ ഗഫലാതിഹി, ഗഫലാത്തിനെ തൊട്ട് ശുദ്ധിയാക്കാനുള്ള വിഷയത്തിൽ മാത്രമല്ല. അപ്പൊ എന്തായി? തഹ്ലിയത്തായി. ഗഫലാത്തിനെ തൊട്ട് തതഹുറായാല് തഹ്ലിയത്തായി. വൽ ഖുർബി ഇലാ ഹളറത്തി മൗലാഹു, മൗലയായ അള്ളാഹുവിന്റെ ഹളറത്തിലേക്ക് അടുപ്പിക്കാനും അതായത് തഹ്ലിയത്തായി. ഉപകാരപ്രദമായതില്ല. ഷൈഉൻ മിസ്ല ഉസ്ലത്തിൻ, ഉസ്ലത്ത് കൊണ്ട് ഉദ്ദേശം ഇഅ്തിസാലുൻ അനിന്നാസ്, ജനങ്ങളെ തൊട്ടുള്ള ഉസ്ലത്ത്. അതാണ് അനാമിനെ ഒഴിവാക്കല്. ബാക്കി മൂന്നെണ്ണം മൂപ്പർ പറഞ്ഞോളൂ. യദ്ഖുലു ബിഹാ, ഈ ഉസ്ലത്ത് കൊണ്ട് അവന് കടക്കാൻ കഴിയും മൈദാന ഫിക്റത്തിൻ, ഫിക്റിന്റെ മൈതാനിയിലേക്ക്. അപ്പോ മൈദാന ഫിക്റത്ത് എന്ന് പറയാൻ കാരണം എന്താ? മൈദാനിനോട് ഫിക്റത്തിനെ തശ്ബീഹാക്കിയിട്ടുണ്ട്. ഫിക്റത്ത് എന്നുള്ളത് മൈതാനാണ്, വിശാലമായ മൈതാൻ. ഈ മൈതാനിൽ കുതിരക്കും കാലികൾക്കെല്ലാം ശരിക്കും ഓടി നടക്കാലോ എന്നതുപോലെ ഇവന്റെ കൽബിന് ഇഷ്ടം പോലെ ഓടി നടക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഫിക്റത്ത് മൈതാൻ എന്ന് പറയാൻ കാരണം. ആ ഫിക്റത്തിൻ ശബീഹത്തിൻ ബിൽ മൈദാൻ, മൈദാനിനോട് തശ്ബീഹാക്കപ്പെട്ടതാണ് ഫിക്റിന്. അതെന്തിനാ? ലി തറദ്ദുദിൽ ഖൽബി ഫീഹ, ഈ ഫിക്റത്തിൽ കൽബിന് ഇങ്ങനെ ഓടി നടക്കാൻ കഴിയും. ഏതുപോലെ തറദ്ദുദിൽ ഖുയൂലി ഫിൽ മൈദാൻ, കുതിരകൾ മൈദാനിൽ ഓടി നടക്കാറില്ലേ എന്നതുപോലെ. അപ്പൊ ഇവന്റെ കൽബിനെ ഒരു കുതിരയോട് ഉപമിച്ചുകൊണ്ട് ഫിക്റത്തിനെ മൈദാനിയോട് ഉപമിച്ചതാണ്. ഫൽ മുരീദു ഇദാ കാന മുഖാലിത്തൻ ലിന്നാസ്, ഒരു മുരീദ് ജനങ്ങളുമായിട്ട് മുഖാലിത്തായി എന്ന് വെക്ക്, ഉസ്ലത്തില്ലാണ്ട്. എന്നാ ഇസ്തഗല നദറുഹു, ഇവന്റെ നദർ ശൂലായിക്കൊണ്ടിരിക്കും ബിൽ മഹസൂസാത്ത്, പ്രഥമ ദൃഷ്ടിയാൽ കാണുന്ന ഇവന്റെ കണ്ണിന് പതിയുന്നതും കേൾക്കുന്നതും വെച്ച് ഇങ്ങനെ കൊണ്ട് ശൂലാവും. അപ്പുറത്തേക്ക് വിട്ടെടുക്കാൻ കഴിയില്ല. ഏത് വഴിക്കാണോ ഇവന്റെ ശ്രദ്ധ അംഗീകരിച്ച് ആ വഴിക്കാൻ കൊണ്ട് നീങ്ങുമല്ലോ. അപ്പൊ ഫലാ യതഫക്കറു ഖൽബുഹു ഇല്ലാ ഫീഹ, അപ്പൊ അവന്റെ കൽബ് ഈ മഹസൂസാത്തിലല്ലാണ്ട് കൊണ്ട് കടന്നു ചുറ്റാൻ കഴിയില്ല. വലാ യസാലു നാദിറൻ ഇല്ലാ ലിആലമി ശഹാദതി, അവൻ നോക്കിക്കൊണ്ടിരിക്കുന്നവനാകും ആലമു ഷഹാദത്തിലല്ലാതെ വേറൊന്നിലേക്കും എനിക്ക് നോക്കാൻ കഴിയൂല. അവരോട് എത്തിസാലാക്കിയാലോ ഹാല് മുന്നകിസായി എന്ന് പറഞ്ഞാൽ മഹസൂസാത്ത് കാര്യമായിട്ടൊന്നും കാണാനുണ്ടാവില്ല. അവിടെ പ്രഥമ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിലേ ഉള്ളൂ. ബാക്കി ഒഴിഞ്ഞ സമയങ്ങൾ കംപ്ലീറ്റ് ഇങ്ങനെ ഫിക്രത്തിലേക്ക് പോകും. വജാല കൽബുഹു ഫി ആലമുൽ ഗൈബിലേക്ക് അവന്റെ കൽബ് അങ്ങ് കടന്നു പോകും. മൂത്തുപാറ പോലത്തെ സ്ഥലത്ത് അങ്ങോട്ട് പോയിരുന്നാ മതി. വഖദ് ജാഅ ഫിൽ ഖബരി, ഹദീസിൽ വന്നിട്ടുണ്ട്, തഫക്കുറു സഅത്തിൻ ഖൈറും മിൻ ഇബാദത്തി 70 സന, ഒരു മണിക്കൂർ തഫക്കുറാക്കൽ എന്നത് 70 കൊല്ലത്തെ ഇബാദത്തിനേക്കാൾ ഖൈറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വക്കീലി ഉമ്മി ദർദാ റളിയല്ലാഹു അൻഹയോട് ചോദിക്കപ്പെട്ടു, ആരാണ്? അബൂ ദർദാ തങ്ങളുടെ ഭാര്യ, മഹാനായ സഹാബിയാണല്ലോ. മാ കാന അഫ്ളല അഅമാലി അബീ ദർദാ റളിയല്ലാഹു അൻഹുവിന്റെ അമലിൽ ഏറ്റവും അഫ്ളലായ ഇതായിരുന്നു. അബൂ ദർദാ ഒരു ദാലി വിട്ടുപോയിട്ടുണ്ട് അവിടെ. കാലത്ത് ഭാര്യ പറഞ്ഞു, അത്തഫക്കുറു, തഫക്കുറാണ് മൂപ്പർ അമല് എന്ന്. മൂപ്പർ അങ്ങാടിന്നെല്ലാം വിട്ടുമാറിയിട്ട് ഇന്ന സ്ഥലത്താന്നുള്ള താമസം. അബൂ ദർദാ തങ്ങളുടെ ചരിത്രം നമ്മളെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായി. വദാലിക, ഈ തഫക്കുർ എന്നത് 70 കൊല്ലത്തെ ഇബാദത്തിനേക്കാണ് ഖൈറാന്നതിന്റെ കള്ളി എന്താ? ലിഅന്നഹു യസ്ലു ബിഹി ഇലാ മഅരിഫത്തി ഹഖായിഖൽ അശ്യാ, എല്ലാ കാര്യങ്ങളുടെയും ഹഖായിഖിന്റെ അകത്തേക്ക് അവന് കടന്നു ചെന്ന് അറിയാനുള്ള ഒരു വസീലയായിട്ട് മാറും. മറ്റാ പുറം പോളീസ് എന്താ കാണുന്നത് ഇതറിയാന്നല്ലാണ്ട് അതിന്റെ ഉള്ളിൽ ആഴത്തിൽ
അറിഞ്ഞ് മനസ്സിലാക്കാൻ കഴിയില്ല ഏത് വിഷയത്തിനെ സംബന്ധിച്ചു. ഫിക്രത്തോണ്ട് തുളച്ചു കയറണം, ഉള്ളാനുള്ളത് കണ്ടെത്താൻ. മാത്രമല്ല വൈലാ താലീമില്ലാഹി, രണ്ടാമത്തെ ഫായിദ അള്ളാഹുവിന്റെ താലീമിലേക്ക് എത്തിച്ചേരും. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ ജലാലും ജമാലുമായ സിഫാത്തുകളും അവന്റെ ആ അളമത്തും അറിഞ്ഞതിന് ശേഷമല്ലേ താലീമാക്കാൻ കഴിയും. അല്ലെങ്കിൽ അള്ളാഹിനെ പറ്റി എനിക്കെന്ത് അറിയാവൂ? ഒരു സാധനത്തിന്റെ ആ കതിറഞ്ഞെങ്കിലല്ലേ താലീമാക്കാൻ കഴിയും. മാത്രമല്ല താലീമി കുല്ലിമാ യുർലീഹി, അള്ളാഹുവിനെ പൊരുത്തപ്പെടുത്തുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിനെ താലീമാക്കലിലേക്ക് എത്തിക്കും. അല്ലെങ്കിൽ നിക്കിച്ചിട്ട് വന്നാ പറയില്ല, നിക്കിച്ചിട്ട് വന്ന പറഞ്ഞ രണ്ട് തുള്ളും തുള്ളിയിട്ട് ഇവിടെ കാത്തിക്കുന്നുണ്ട്, അടുത്തേക്ക് വരിക. അപ്പം അള്ളാഹുവിനെ താലീമാക്കുന്ന രീതിയിലുള്ള ഇബാദത്ത് ചെയ്യാൻ കഴിയില്ല. അള്ളാഹുവിനെ താലീമാക്കുന്ന കാര്യങ്ങൾ, പൊരുത്തപ്പെടുന്ന കാര്യങ്ങൾ താലീമാക്കി ഫയഫ്അലുഹു, അതിനെ മട്ടം പോലെ ചെയ്യും. വതഹഖീറു കുല്ലിമാ യുസ്ഖിതുഹു, അള്ളാഹുവിനെ കോപിപ്പിക്കുന്ന മുഴുവൻ കാര്യങ്ങളെയും തഹഖീറാക്കാനും സാധിക്കും ഇത് മുഴുവൻ. അതിന്റെ ദൂഷ്യവശങ്ങളെ കുറിച്ച് ആഴത്തിൽ മദ്യപാനത്തിന്റെ ദൂഷ്യം എത്രയുണ്ട്, ഗൈബത്തിന്റെ ദൂഷ്യം എത്രയുണ്ട്, അങ്ങനെ ആഴത്തിലേക്ക് എന്താക്കും മനസ്സങ്ങോട്ട് എത്തിച്ചേരുമ്പോ ഇതൊന്നും ജീവിതത്തിൽ ഏൽപ്പിക്കാൻ പറ്റൂല എന്നിട്ട് വരും. ഫയജ്തനിബുഹു, അവനതിനെ വർജിക്കാൻ കഴിയും. ഓരോ ഫായിദകളാ പറയുന്നത്. വയത്തലിഉ ബിഹി അലാ ഖഫായ ആഫാത്തിൻ നഫ്സി, നഫ്സിന്റെ ആഫാത്തുകളിൽ നിന്ന് മറഞ്ഞു കിടക്കുന്ന ആഫാത്തുകൾ എന്തൊക്കെയുണ്ടോ അതിന്റെ മേലെല്ലാം ഇവനിക്ക് ചെന്നെത്താൻ കഴിയും, ഇത്തലാകാൻ കഴിയും. മക്കായിദിൽ അദുബി, അതുപോലെ അദുബിന്റെ ചതികൾ, അതുപോലെ ഇബ്ലീസ്, ദുന്യാവിന്റെ ഗുറൂറുകളെ സംബന്ധിച്ചും അവന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ആഫാത്തുൻ നഫ്സിനെ തൊട്ടും അദുബിന്റെ മക്കായിദുകളെ തൊട്ടും ദുന്യാവിന്റെ ഗുറൂറുകളെ തൊട്ടെല്ലാം ദൂരത്താവാൻ ആവശ്യമായ ഹീലത്തുകൾ എന്തൊക്കെയാണ്, അതിന്റെ തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയും. ഇതിൽ നിന്ന് പോകാൻ വഴി നടൽ എങ്ങനെയെന്ന്. ദുന്യാവിന്റെ അഹലുകാരുമായി കൂടിക്കലർന്നാൽ ഉണ്ടാകുന്ന ആഫാത്തുകൾ എന്തൊക്കെയുണ്ടോ അതിൽ നിന്ന് രക്ഷപ്പെടാനും കഴിയും. ദൈവത്തെ കേൾക്കണ്ട, ചീത്ത കേൾക്കണ്ട, മൊബൈൽ ഫോണിന്റെ കൂക്കും വിളിങ്ങി കേൾക്കണ്ട, വർത്താനം വേണ്ട, കയാരം വേണ്ട, ശാന്തമായിട്ട് പണിയെടുക്കേണ്ട പണി മര്യാദയ്ക്ക് എടുക്കാൻ കഴിയും. ഇതൊക്കെയാണ് ഇത് റുസുലത്തിന്റെ ഫായിദകളാ പറഞ്ഞത്. വബിൽ റുസുലത്തിൽ മദ്കൂറ, മേൽ പറയപ്പെട്ട റുസുലത്ത് കൊണ്ട് തന്നെ, മേൽ പറയപ്പെട്ട റുസുലത്ത് മൈതാന ഫിക്രത്തോടുകൂടി കിടക്കുന്ന റുസുലത്താവണം, വെറും റുസുലത്ത് കൊണ്ടല്ല. യഹ്സുലു തമർറുനു അലൽ ഖൽവത്തി, ഖൽവത്തിന്റെ മേൽ പരിശീലിപ്പിക്കാൻ സാധിക്കും. മറ്റേ ഖൽവത്തിലിരിക്കുമ്പോ തന്നെ ഒരു മണിക്കൂർ കഴിയുമ്പോ തന്നെ എനിക്ക് ആകെ വശത്തായി സമയം പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇടങ്ങാറാകുമല്ല. ആ ഖൽവത്ത് ശീലിപ്പിക്കാൻ നല്ലൊരു മാർഗമാണിത്. എത്ര കാലം ഖൽവത്തിൽ ഇരുന്നാലും എനിക്കൊരു മറുപ്പും തോന്നൂല. എങ്ങനെയുള്ള ഖൽവത്ത്? അല്ലത്തി യാദു അർക്കാനെ തരീഖി, തരീഖിന്റെ അർക്കാനിൽപ്പെട്ട ഒന്നതാണ്. എത്ര അർക്കാന്? അൽ അർബഅത്തി, 4 അർക്കാൻ. 4 തരീഖ് അല്ല, അർക്കാൻ നസിബത്തെ തരീഖിന്റെ 4 റുക്കനിൽപ്പെട്ട ഒന്നാണ്. ആർക്ക്? ബിന്നിസ്ബത്തിൽ മുരീദീൻ, മുരീദന്മാരിലേക്ക് ചേർത്തിട്ട്. മശൈഖന്മാരിലേക്ക് ചേർത്തിട്ട് ചിലപ്പോൾ ഇതായിക്കോളുന്നില്ല. കാരണം മശൈഖന്മാർക്ക് ചിലപ്പോൾ ഹിൽത്തത്ത് ആവശ്യമായിട്ട് വരുമല്ലോ, മറ്റുള്ള ആളെ നിയന്ത്രിക്കാനും പിടിക്കാനൊക്കെ. മുരീദന്മാർക്കുള്ള ചേർത്തിട്ട്. ബാക്കി 3 ഏതാ? അസ്സുംതു വൽ ജൂഉ വസ്സഹർ, അതാണ് ഉഷാദ് പറഞ്ഞ 3. ബാക്കി വന്നിട്ടതാ. സുംതേതാ? കലാമിനെ ഒഴിവാക്കൽ. ജൂഅ എന്ന് പറഞ്ഞാൽ താമിനെ ഒഴിവാക്കൽ. സഹർ എന്നുള്ളത് മനാമിനെ ഒഴിവാക്കൽ. അപ്പൊ 4 അനാമ്, മനാമ്, തആമ്, കലാമ് 4 വന്നില്ലേ? ഇതാണ് 4 റുക്കിനി. ഈ 4 കൂടെ കൂടിച്ചേരുമ്പോഴാണ് തസീറുൽ അബുദാലു അബുദാലൻ, അബുദാലന്മാരല്ല അബുദാലന്മാരായത്. അതുകൊണ്ടാണ് ബശരിയായ നുക്സാനെല്ലാം പോയിട്ട് ഇലാഹിയായ ബക്കായിലേക്ക് എത്തിച്ചേർന്നത്. അവസാനം മനം കിട്ടിയല്ലോ, ആളെന്നെ തലമറിച്ചെടുത്തല്ലോ. അബുദാലായി മാറി 4 കൊണ്ടാണ്. സൂറവർത്തി ഇമാമും വളരെയധികം പറഞ്ഞിട്ടുണ്ടല്ലോ. കൂടുതലൊന്നും വേണ്ട, മൂപ്പറല്ല, നിരവധി കൊല്ലത്തെ ഗവേഷണ നിരീക്ഷണ ഫലങ്ങളായിട്ട് അവർക്ക് കിട്ടിയാണ് 4 കാര്യമേ വേണ്ടൂ. 4 കാര്യത്തിന്റെ 4 അത്യാചരണം ഉണ്ടായാലായി. ഏതാ 4? 1 സഹീഹായ ഈമാൻ, തഹഖീഖായ ഈമാൻ ഉണ്ടാക്കുക. അക്കായിദ് കാര്യങ്ങളൊക്കെ എല്ലാം ശരിക്ക് വേണ്ട പോലെ. ആ ഈമാനിലാണ് വേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ഖ് തസവ്വുറാവലി, സിദ്ഖുൻ തസ്ദീഖുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബികുല്ലി മാ ജാ ബിഹി എന്നല്ലേ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കമാലാത്തും തസ്ദീഖും ശരിക്ക് ബോധപ്പെടത്തക്ക രീതിയിലുള്ള ഈമാൻ കുട്ടികൾ. ഈമാന്റെ മഹി തന്നെ അവിടെയാണല്ലോ നടക്കുന്നത്.
വഅലൈക്കും അസ്സലാം. രണ്ടാമത്തേത് ദവാമുൽ അമലി, മുടങ്ങാതെ അമൽ ചെയ്യുന്നു. അപ്പൊ മുടങ്ങാത്ത അമലെന്ന് എന്തമല ചെയ്യണ്ടേ? നിക്കരിക്കാൻ വേണ്ടി, നോമ്പൊക്കെ വേണ്ടി, സക്കാത്ത് കൊടുക്കാൻ വേണ്ടി എന്തമല? ഇവിടെ തിലാവത്തുൽ ഖുർആനാ. അത് ശൈഖ് എന്താണോ നിർദ്ദേശിക്കുന്ന അമലായിരിക്കും. ചിലർക്ക് കസ്റത്തു സലാവാത്ത് ഉണ്ടാകും, ചിലർക്ക് സിയാം ഉണ്ടാകും, തിലാവത്തുൽ ഖുർആൻ ഉണ്ടാകും, ചിലർക്ക് ഇൽമ പഠിക്കലായിരിക്കും. എന്തെങ്കിലും അമലി ഫർലാക്കപ്പെട്ട അമലിനെ പറ്റിയല്ല ഞാൻ അപ്പോൾ ഉപരിയായിട്ടാണ് ഈ പറയുന്നത്. ഫർലാക്കപ്പെട്ട അമലിന് യാതൊരു ഉപേക്ഷയില്ലല്ലോ. അതിന് പുറമേയുള്ള അമൽ എന്ത് അമലാണ്? എല്ലാം വിവിധങ്ങളാ. അതിൽ അമലിൽ ഒരിക്കലും മുടങ്ങാതെ കണ്ട് ഏതവസരത്തിലും ഏത് രീതിയിലും കൊണ്ടുപോകാവുന്ന രീതിയാണ് ദിക്റായത് കൊണ്ടാണ് ദിക്ർമത്തന്നെ ഇത്ര കൂടാനുള്ള കാരണം. ദിക്റാമന് പ്രത്യേക ചാൻസ് വെക്കണം, മക്രൂഹായ സമയാകാൻ പാടില്ല, വലിയ ശുറൂത്തുകളും ഫുറൂദുകളെല്ലാം പാലിച്ചിട്ട് നിസ്കാരം നടത്താൻ കഴിയുള്ളൂ. ഇത് യാത്രയിലും സഫലും നടത്തത്തിലും പോക്കിലും വരവിലും ഹറക്കാത്തിലും സക്കനാത്തിലും ബസ്സിലും വണ്ടിയിലും എവിടെയും കൈകാര്യം ചെയ്യാവുന്ന മുടങ്ങാതെ കൈവിരിയാത്തൊരു അമലല്ലേ ദിക്ർ. അവിടെയാണ് ദിക്റിന് ഇത്ര പ്രാധാന്യം അമലായിട്ട് എടുക്കുന്നു. സ്വഹാബത്ത് ഇമാമ് കൂടുതലുണ്ടപ്പോ തിലാവത്തുൽ ഖുർആനിലേക്കാണ് മൂപ്പറ പോക്ക്. മറ്റുള്ള ദിക്റിനാക്കാണ് കവഞ്ഞിട്ട് മൂപ്പറ് തിലാവത്തുൽ ഖുർആന് മുൻഗണന കൊടുക്കുന്നു. എന്നിട്ട് ഓരോ പറയുന്നുണ്ട് ബാദുൽ മശായിഖിന് എതിരായിക്കാൻ ഞാൻ പറയുന്നു. ബാദുൽ മശായിഖ് പറയുന്നത് തഹ്ലീൽ കൊണ്ട് തുടങ്ങി ഇസ്മുൽ ജലാലത്ത് കൊണ്ട് ഫനാകായതിനു ശേഷം തിലാവത്ത് തുടങ്ങിയാൽ മതി എന്നാണ് ചിലർ പറയുന്നത്. മൂപ്പർ പറയുന്നത് അങ്ങനെ നേരെ ഓപ്പോസിറ്റ്. അതിൽ തന്നെ വേറെ ചില കാഴ്ചപ്പാടുണ്ടാവും. സലാത്താണ് അല്ല നമ്മൾ കണ്ണൂർ ചർച്ച ചെയ്തത്. സലാത്താണ് നല്ലതെന്ന് പറയുന്നവരുണ്ട്. അദ്കാറിൽ തന്നെ തഹ്ലീലാണോ നല്ലതല്ല സുബ്ഹാനല്ലാഹി ആണോ നല്ലതെന്ന് പറയുന്നവരുണ്ട്. സുബ്ഹാനല്ലാഹി തൻസീഹിന് വളരെ വിശേഷപ്പെട്ട ചെയ്യുന്ന സാധനമാണല്ലോ സുബ്ഹാനല്ലാഹി. അതൊക്കെ പല ഖിലാഫുകളാണ്. ചുരുക്കത്തിൽ ശൈഖ് എന്നാണ് ഉദ്ദേശിക്കുന്നത് ആ അമല് മുടങ്ങാതെ മുൻകത്തിയില്ലാതെ കണ്ട് ഒരു ഉപേക്ഷയും വരുത്താതെ. ചിലപ്പോ നഫ്സിനായിരിക്കും അവിടെ മടിയുണ്ടാവും. ഇന്ന് ചെയ്യണ്ടെന്ന് വരെ പറയും. ഇന്ന് പോട്ടുന്ന ഇന്ന് വന്ന ക്ഷീണം നാളെ ആട്ടും അന്നായിരിക്കും കൊടുത്ത് ചെയ്യേണ്ടുന്നതാണ്. കാരണം അന്നായിരിക്കും എനിക്ക് ഫത്ഹ് എന്ന ദിവസം. അത് ഇബ്ലീസും തടിയും കൊണ്ട് എന്താക്കാം ഫത്ഹ് മുടക്കാനുള്ള തന്താന്ന് ആലോചിക്കുന്നു. ഇന്നും എനിക്ക് ഫത്ഹ് ഉണ്ടാകാൻ പാടില്ല, ഇന്ന് കിട്ടാൻ പാടില്ല, ഇന്നെന്ന് മുടക്കി കളയാൻ. അപ്പൊ അന്നാണ് കൂടുതൽ ത്യാഗം വരിക്കേണ്ടുന്നത്. ഉന്മേഷം വരുമ്പോ ചിലപ്പം ഫൗസാക്കിനെ ഇല്ലേക്കലുണ്ട്, അത് പറ്റൂല. അന്ന് എണ്ണം കൺട്രോൾ ആക്കണം. അവിടെ ഉണ്ട് ഒരു ജിഹാദ്. ഇന്ന് വല്ലാത്ത ചെല്ലിട്ട് കൊസി എടുത്തപ്പോ ഒരു 100 അധികം ജില്ലേക്കാം. ആ കൊസിക്ക് വേണ്ടി ഇപ്പിടാൻ പാടില്ല. ആ സമയം മുടക്കണ്ടെന്നല്ല, വേറെ ഹൈറിലേക്ക് തിരിച്ചു പോകണം. ആ കൊസി ഇല്ലാത്ത വേറെ ഹൈർ ഉണ്ടാവുമല്ലോ അതിലേക്ക്. കൊസിന്ന് എടുക്കൽ എന്ന് പറഞ്ഞാൽ അത് തടിയാവയെന്നൊരു ഹരം പിടിക്കല്, അത് പറ്റൂല. പിന്നെ രണ്ട് കാര്യമായി. മൂന്നാമത്തത് എവിടെ തക്സീദ് വരുന്നു ആ അവസരത്തിലെല്ലാം ഉടനെ തൗബ കൊണ്ട് പരിഹാരം ഉണ്ടാക്കിക്കൊള്ളുക. അപ്പപ്പോൾ ഒന്നും കൂമാരം കൂട്ടി നിർത്താൻ പാടില്ല. എന്ത് ഹഫവാത്ത് വന്നാൽ നിരക്കില്ല, എന്ത് സഫലത്താൻ നിരക്കില്ല. ഹഫവാത്തിനെ പറ്റി മുമ്പ് പറയുന്നുണ്ട്. ഓർക്കാപ്പുറത്ത് എത്ര ശ്രദ്ധിച്ചാലും ഓർക്കാപ്പുറത്ത് വന്നു ചേരുന്ന കാര്യങ്ങൾക്കാണ് ഹഫവാത്ത് എന്ന് പറയുന്നത്. അതും കൂടി വെച്ച് ഉറപ്പിക്കാത്ത രീതിയിൽ ഇസ്തിഗ്ഫാർ ചെയ്തിട്ട് കഴിയും കളയണമെന്ന്. അതിനെന്തെങ്കിലും ഹസനാത്ത് ചെയ്തിട്ട് എന്നെ ഉറപ്പിക്കണം. അത്ബീ സയ്യത്തൽ ഹസനത തംഹുഹാ എന്ന് പറഞ്ഞ മാതിരി. നാലാമത്തേത് സുഹുദ്. ദുന്യാവിൽ വേണ്ടത് കൊണ്ട് മാത്രം ചുരുക്കിക്കൊള്ള വേണ്ടാത്തെല്ലാം ഉപേക്ഷിച്ച് വെച്ചോലോ. അതെനിക്ക് വേണ്ട എന്നാ പിന്നെ അടുത്ത സമയങ്ങളിൽ നിന്ന് ഇതെനിക്കിപ്പോ ആവശ്യമുള്ളതാ അല്ല എന്നാ ഒഴിവാക്ക്. ഈ 4 കൂടിയോ എന്നാ പിന്നെ ബാക്കി അതിന്റെ അസര് ശരിയായി. ഇതിന് സഹായകമാകുന്ന 4 ഏത്? അനാമ് തഅമ് കലാം എല്ലാത്തിലും ഒന്ന് കഴിഞ്ഞു. ഉറങ്ങാം, പക്ഷെ കലബത്തിന്റെ നേരത്ത് മാത്രം. ഇനി ഉറങ്ങിയിട്ടില്ലെങ്കിൽ ചെല്ലല് പിച്ചും പേയാവും എന്നുകൊണ്ട് അന്നൊരു അർത്ഥം. അത് നല്ല ഉറമത്തുള്ള കടത്തുമായിരിക്കും. ആ 4 കാര്യമാണ് മൂപ്പറ വളരെ കുട്ടി പറയുന്നു അവാരിഫിന്. അത് ഞാൻ മോദീനത് ഇല്ല തോന്നുന്നു മോദീന. വഹാദാ കുല്ലുഹു ഫീ ഹഖിൽ മുരീദ്. റായത്തിൽ എഴുതിയിട്ടുണ്ടാവും. അത് അവാരിഫിൽ പ്രത്യേകം ഭാവന്നെയാണ്. അൽ ഹാലു വൽ മക്കാം എന്ന് പറഞ്ഞിട്ട്. പിന്നെ അപ്പപ്പോൾ ഒന്നും കൂമാരം കൂട്ടി നിർത്താൻ പാടില്ല. എന്ത് ഹഫവാത്ത് വന്നാൽ നിരക്കണ്ട, എന്ത് സഫലത്താൻ നിരക്കണ്ട. ഹഫവാത്തിനെ പറ്റി മുമ്പ് പറയുന്നുണ്ട്. ഓർക്കാപ്പുറത്ത് എത്ര ശ്രദ്ധിച്ചാലും ഓർക്കാപ്പുറത്ത് വന്നു ചേരുന്ന കാര്യങ്ങൾക്കാണ് ഹഫവാത്ത് എന്ന് പറയുന്നത്. അതും കൂടി വെച്ച് ഉറപ്പിക്കാത്ത രീതിയിൽ ഇസ്തിഗ്ഫാർ ചെയ്തിട്ട് കഴിയും കളയണമെന്ന്. അതിനെന്തെങ്കിലും ഹസനാത്ത് ചെയ്തിട്ട് എന്നെ ഉറപ്പിക്കണം. അത്ബീ സയ്യത്തൽ ഹസനത തംഹുഹാ എന്ന് പറഞ്ഞ മാതിരി. നാലാമത്തേത് സുഹുദ്.
ദുന്യാവിൽ വേണ്ടതുകൊണ്ട് മാത്രം ചുരുക്കിക്കൊള്ളാം, വേണ്ടാത്തല്ല. വഹാദാ കുല്ലുഹു ഫീ ഹഖിൽ മുരീദ്. റായിത്തിലോ അത് അവരിഫിൽ പ്രത്യേകം ഭാവന്നെയാണ്. അൽ ഹാലു വൽ മഖാം എന്ന് പറഞ്ഞിട്ട്. പിന്നെ വഹാദാ കുല്ലുഹു ഫീ ഹഖിൽ മുരീദ്, ഈ പറയപ്പെട്ടതൊക്കെ മുരീദിന്റെ ഹക്കിലാണ്. അല്ലദീ യസ്ലുകു ബിനഫ്സിഹി, സ്വന്തം സുലൂക്കാക്കുന്ന മുരീദിന്റെ ഹക്കിലാണ് ഇപ്പൊ പറഞ്ഞത്. ഇനി ഫഇൻ കാന തഹത്ത തർബിയത്തി ശൈഖിൻ, ഒരു ശൈഖിന്റെ തർബിയത്തിലാണ് ഇവനുള്ളതെങ്കിലോ ഫലാ ബുദ്ദ മിൻ മുഖാലതതിഹി, ശൈഖിന്റെ മുഖാലത്ത കൂടാണ്ട് കഴിയൂലല്ലോ, അത് ഉപേക്ഷിക്കാൻ പറഞ്ഞൂടാ. ആ മുഖാലത്തത്തിൽ ഇഖ്വാനി, അതുപോലെ ഇഖ്വാനികളെ മുഖാലത്തയും കൂടാണ്ട് കഴിയൂലല്ലോ. അല്ലദീന, എങ്ങനെയുള്ള ഇഖ്വാനികളാണ് യുഈനൂനഹു അലാ സുലൂക്കി തരീഖി, തരീഖിന്റെ സുലൂക്കിന് ഇഖ്വാനികൾ ഇവനെ സഹായിക്കുന്ന ഇഖ്വാനികളുമായിട്ട് കൂടാണ്ട് കഴിയൂലല്ലോ. അപ്പൊ ഫൈദാ ദഹബത് റൂനാത്തി നഫ്സിഹി, അവന്റെ നഫ്സിന്റെ എല്ലാ പോരായ്മകളും റുഓനാത്തുകളൊക്കെ പോയി തീർന്ന് വസാറ മിനൽ ആരിഫീങ്ങൾ ഇവ പെടുകയും ചെയ്താൽ ഫലാ തദറുഹു മുഖാലതത്തുൽ ഖൽഖി അജ്മഈൻ, പടപ്പുകളിൽപ്പെട്ട് ഇനി ആരൊക്കെ കൂടിയാലും ഒരു ദററും ഉണ്ടാവില്ല. അജ്മഈൻ തന്നെ. എന്തുകൊണ്ട്? ലിഅന്നഹു, അപ്പം ഹീന ഇതിൻ, അവർ അന്നേരം ലാ യറാ ഗൈറല്ലാഹി തആല, അല്ലാഹു അല്ലാത്ത വേറൊന്നിനെയും കാണുന്നില്ല എന്ന് പറഞ്ഞ മതിയാണ്. ഇവന്റെ ഹാലിലേക്ക് ജനങ്ങൾ ഇങ്ങോട്ട് വഴക്കാന്നല്ലാണ്ട് ഇവനെ കീഴടക്കാൻ വേണ്ടി ജനങ്ങൾ ഒരു സാഹചര്യത്തിന് സാധ്യതയില്ല. സാഹചര്യത്തിന്റെ അടിമയായി മാറൂല. ഇനി പറയട്ടെ, ഇവിടെ ഉസ്ലത്ത് പറഞ്ഞിട്ടുണ്ട്, ഫിക്രത്തും പറഞ്ഞല്ലോ. ഇതിൽ ഏതാ മഖ്സൂദ്? നമുക്കറിയാം ഫിക്രത്തിന് വേണ്ടി സഹായകരമാണ് ഉസ്ലത്ത്, നേരത്തെ പറഞ്ഞത്. അത് അവലം അന്നൽ ഫിക്രത ഹിയൽ മഖ്സൂദു വൽ ഉസ്ലത്തു വസീലത്തുൻ ലഹ വ മുഈനത്തുൻ അലൈഹാ. ഉസ്ലത്ത് എന്നുള്ളത് ഫിക്രത്തിന്റെ വസീലയും മുഈനത്തുമാണ്. ഫിക്രത്തില്ലാതെ വെറും ഉസ്ലത്തേക്ക് വായാന്താകുന്നറിയോ, വേറെന്തല്ലോ ചിന്താഗതിയിൽ മനസ്സ് വെറുതെ ഇങ്ങനെ കടന്നു കളിക്കും. പണ്ട് കഴിഞ്ഞെന്തല്ലോ വേണ്ടാത്ത ഫുദൂലിയായ വാക്യത്തെ കൊണ്ടിട്ട് സമയം കളഞ്ഞു കളിയും. അങ്ങനെയുള്ള അവസരത്തിൽ പിന്നെ ഹൈറായ ഇഖ്തിലാത്താ നല്ലത്. ഹൈറായ ഇഖ്തിലാത്ത് ഉണ്ടാവുമല്ലോ. ഒഴിഞ്ഞിരിക്കുമ്പോ ഫിക്രത്തിലെത്തുന്നുമല്ല, ഇവിടേക്ക് എനിക്ക് നേരം പോക്കാൻ ആളും ഇല്ലെങ്കിൽ വേണ്ടാണ്ട് സമയം പോകുമല്ലോ. പണ്ടെന്തല്ലോ ഫുദൂലി ചിന്തിച്ചിട്ട്. ثم بين الأمور التي تصيب القلب إذا لم يحصل له تطهير بعزلة ولا بفكرة. ഇനി പറയാൻ പോകുന്നത് എന്താ? ഫിക്റത്ത് കൊണ്ടും ഉസ്ലത്ത് കൊണ്ടും ശുദ്ധമാക്കൽ കൽബിന് കിട്ടിയിട്ടില്ലെങ്കിൽ കൽബിന് എന്തെല്ലാം കോട്ടങ്ങളാണ് ഉണ്ടായിത്തീരുക എന്ന് മുപ്പർ പറയും. നമുക്ക് ثم بين الأمور التي تصيب القلب, കൽബിനെ ബാധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാ പറയുന്നത്. എപ്പോഴ്? ഇദാലം യഹ്സുൽഹു തത്ഹീറും ബിഉസ്ലത്തിൻ, ഉസ്ലത്ത് കൊണ്ടുള്ള ശുദ്ധീകരണം കിട്ടിയില്ല, ഫിക്റത്ത് കൊണ്ടുള്ള ശുദ്ധീകരണം കിട്ടാതിരുന്നാൽ കൽബിന് ഇപ്പൊ എന്താ ഹാല്? അതിനെന്തെല്ലാം കോട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബി ഖൗലിഹി, അതാ പറയുന്നു. കൈഫ യുശ്രിഖു ഖൽബുൻ സുവറുൽ അക്വാരി മുൻതബിഅത്തുൻ ഫീ മിർആതിഹി. ഒന്ന്, അം കൈഫ യർഹലു ഇലല്ലാഹി വഹുവ മുകബ്ബലുൻ ബിശഹവാതിഹി. രണ്ട്, അം കൈഫ യത്മഉ അൻ യദ്ഖുല ഹദറത്തല്ലാഹി വഹുവ ലം യതതഹറ മിൻ ജനാബതി ഗഫലാതിഹി. മൂന്ന്, അം കൈഫ യർജു അൻ യഫഹമ ദഖായിഖൽ അസ്റാരി വഹുവ ലം യതുബ മിൻ ഹഫവാതിഹി. നാല്, അപ്പൊ മേൽ പറയപ്പെട്ട ഓരോന്നും ശേഷമുള്ളതിന് കാരണമാക്കിക്കൊണ്ടാണ് മുഫർ കൊളുത്തുന്നത്. ഉസ്ലത്തില്ലായ്മ കാരണത്താൽ എന്തുണ്ടായി തീർന്നിട്ടുണ്ട്? അല്ല, സുവറുൽ അക്വാനും മുന്തബിയത്തും ഫീ മിർആതിഹി, ലോകത്തിലുള്ള എല്ലാ കായിനാത്തിന്റെ സൂറത്തുകളും ഇവന്റെ കൽബാകുന്ന കണ്ണാടിയിൽ ഇങ്ങനെ പതിഞ്ഞിട്ടുള്ളത്. കണ്ടത് 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 ഇങ്ങനെ പതിഞ്ഞു. പുതുതായി കാണാമെന്ന് അതും പതിഞ്ഞു. അപ്പൊ കൈഫ യുശ്രിഖു ഖൽബുൻ, ഒരു കൽബ് എങ്ങനെയാണ് പ്രകാശിക്കല് എന്ന് മൂപ്പർ അൽജബായി ചോദിക്കുന്നു. എങ്ങനെയുള്ള കൽബ്? സുവറുൽ അക്വാനി അൽ മുക്കവ്വനാതി, അല്ലാഹു തആല പടച്ചു വച്ച ഇതിന്റെ സൂറത്തുകൾ, അതിന്റെ മാനയല്ല വരുന്നത്. സൂറത്തുകൾ മിനൽ ആദമയ്യന വഗൈരിഹിം, അത് മനുഷ്യന്മാരുമായിട്ടുള്ളതായിരിക്കാം, ഗൈറിന്റെ ആവാം. അത് മുൻതബിയത്തുൻ, അത് പതിഞ്ഞു കിടക്കുകയാണ്. ഫീ മിർആതിഹി, ഈ കൽബാകുന്ന മിർആത്തിൽ. കൽബിനെ ഒരു കണ്ണാടിയാക്കി സങ്കല്പിച്ചു. എന്നിട്ട് മുശബ്ബഹ് ബിഹിനെ മുശബ്ബഹിലേക്ക് ഇളാഫത്താക്കി. പക്ഷെ ലമീറാക്കിന്നേ ഉള്ളൂ. മിർആതിഹി, കൽബാകുന്ന കണ്ണാടിയില് സുബറുള്ളക്കമാണ് മുഴുവനും ഇങ്ങനെ പതിഞ്ഞിട്ട് അതിന്റെ ഫോട്ടം ഫീഡ് ചെയ്തിരിക്കുകയാണ്. ഈ കൽബ് എങ്ങനെയാണ് പ്രകാശിക്കുക? ഏത് രീതിയിൽ പതിഞ്ഞു?
ഇഹ്തിഖാദിഹി, ആ കൽബ് ഇഹ്തിഖാദ് ചെയ്യലോടൊപ്പം അന്നഹ തദുറു വ തൻഫഉൻ, ഈ വസ്തുക്കളൊക്കെ നഫ്ഉം ദർറും ചെയ്യുന്ന വിജയത്തിൽ അതെന്താക്കി ഇഹ്തിഖാദിയത്തെ രീതിയിൽ പതിഞ്ഞാൽ, നേരെ മറിച്ച് അത് ഇഹ്തിഖാദ് ഇല്ലാത്ത രീതിയിൽ പതിഞ്ഞുപോയി. കാരണം പിന്നെ കൽബ് ചൈതന്യമുള്ളകുന്ന കാലത്തോളം പതിയാണ്ട് നിൽക്കൂലല്ലോ. പക്ഷെ അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും വരൂല എന്നാ പറയുന്നത്. അവയെ തേച്ച് മായ്ച്ചു കളഞ്ഞാളിയും, അതിനെ മായ്ക്കും. അവനിക്ക് നേടാനുള്ള കാര്യങ്ങളിൽപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം നേടാൻ വേണ്ടി ഈ സൂറത്തിലേക്കാണ് ഓന്റെ എത്തിനോട്ടമുള്ളത്. അത് മുഖേന കിട്ടണം, ഇവർ മുഖേന കിട്ടണം, ഇന്നാള് മുഖേന കിട്ടണം, ഇന്ന വസ്തു മുഖേന കിട്ടണം എന്ന് പറഞ്ഞിട്ട് ആ സൂറത്തിലേക്കാണ് പിന്നെ ഇത്യാജിയിലെത്തുന്നത്. കൽബ് അതുമാതിരി താല്ലുക്കായിട്ടുണ്ട്. ഇങ്ങനെയെല്ലാം കെട്ടിമണഞ്ഞ് കിടക്കുന്ന കൽബ് എങ്ങനെയാണ് ഇനി പ്രകാശം സ്വീകരിക്കുക? പിന്നെ ചോദിക്കുന്ന കൈഫ യർഹലു ഇലല്ലാഹി, അല്ലാഹുവിലേക്ക് എങ്ങനെയാണ് കൽബ് യാത്ര ചെയ്യുക? എത്തരത്തിൽ വഹുവ മുഖബ്ബലുൻ, ഈ കൽബ് ചങ്ങലക്കിടപ്പെട്ടിരിക്കുകയാണ്. ബിശഹവാതിഹി, ശഹവാത്ത് കൊണ്ട് ചങ്ങലക്കിടപ്പെട്ടിരിക്കുന്നു. പിന്നെ എങ്ങനെ യാത്ര ചെയ്യുക? ഏത് ഷഹവാത്ത്? നഫ്സിയായ ഷഹവാത്ത് കൊണ്ട്. ആ കൽബ് ഉൾക്കൊള്ളുന്ന നഫ്സുണ്ടല്ലോ, ആ നഫ്സിന്റെ ഷഹവാത്തുകൾ. വൽ മുഖയ്യിദു ലാ യുംകിനുഹു സൈറു, ചങ്ങലക്കിടപ്പെട്ട ഒരു മനുഷ്യൻ സൈർ സാധ്യമല്ലല്ലോ, യാത്ര ചെയ്യൽ. യാത്ര ചെയ്തിട്ട് വേണ്ടേ ഹളറത്തിലേക്ക് എത്താന്. അം കൈഫ യത്മഉ അൻ യദ്ഖുല ദാലിക്കൽ ഖൽബു ഹളറത്തല്ലാഹി, അല്ലാഹുവിന്റെ ഹളറത്തിലേക്ക് എങ്ങനെയാണ് ആ കൽബ് പ്രവേശിക്കാൻ വേണ്ടി കൊതിക്കുന്നത്? അള്ളാഹിന്റെ ഹളറത്തിലേക്ക് പ്രവേശിക്കൽ എങ്ങനെ? അള്ളാഹ്ക്കൊരു ഹളറത്തും അവിടെ ഒരു വാതിലും അതിലേക്ക് ഒരു കേറലും ഒരു പ്രവേശനം അങ്ങനെ ഉണ്ടോ? അതിനർത്ഥം അള്ളാഹുവിന്റെ മുശാഹദ കിട്ടൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്, ആ ദുഖൂലോട് ഉദ്ദേശിക്കുന്നത്. എത്തരത്തിൽ വഹുവ, ഈ കൽബ് ലം യതതഹറ മിൻ ജനാബത്തി ഗഫലാത്തിഹി, ഗഫലത്താകുന്ന ജനാബത്തിനെ തൊട്ട് ഇത് ശുദ്ധിയാക്കിയില്ല. അപ്പൊ ഇതെങ്ങനെയാ അള്ളാഹിന്റെ ഹളറത്താകുന്ന പള്ളി കയറ്റുക? എന്താ മിൻ ഗഫലാത്തിഹി ശബീഹത്തി ബിൽ ജനാബത്ത് എന്നാണ്. ജനാബത്തിനോട് തശ്ബീഹാക്കപ്പെട്ടതാണ് ഇവിടെ ഏത്? ഗഫലാത്തിന്. ഫകമാ യുംനഉൽ ജുനുബ മിൻ ദുഖൂലിഹിൽ മസ്ജിദ, ജനാബത്തുകാരനായ ഒരു മനുഷ്യൻ അവൻ പള്ളിയിൽ പ്രവേശനത്തിനെ തൊട്ട് തടയാറുള്ളതുപോലെ കദാലിക യംനഉ മനിസ്തൗലത്തി അലൈഹിൽ ഗഫലതു, ആരെ മേലിലാണോ ഗഫലത്ത് കൂടുതലുള്ളത് അവനെ തടയപ്പെടും. മിൻ ദുഖൂലിഹി ഹളറത്ത റബ്ബി, റബ്ബിന്റെ ഹളറത്താകുന്ന പള്ളിയിൽ ഓനി കയറ്റൂല. ഇനി ഹളറത്തിലേക്ക് ശുഹൂദായിട്ട് വേണ്ടേ ദഖായിഖുൽ അസ്റാർ തിരിയാന്, അത് ഒട്ടും തിരിയില്ല. അപ്പൊ ഇങ്ങനെ പടിപടിയായിട്ട് കയറിയാ നോക്കുക തർത്തീവായിട്ട്. അം കൈഫ യർജു അൻ യഫഹമ ദഖായിഖൽ അസ്റാർ, അസ്റാറുകളാകുന്ന ഉലൂമുകളും ദഖായിഖുകളും, അസ്റാറു ദഖീഖത്തുന്നുണ്ടാകും. അതേതാ? വഹിയൽ ഉലൂമു ദഖീഖത്തുല്ലതി തരിദു അലാ ഖുലൂബിൽ ആരിഫീൻ, ആരിഫീങ്ങളുടെ കൽബിന്റെ മേലെ അള്ളാഹുവിന്റെ ഹളറത്തിൽ നിന്ന് പതിഞ്ഞു വരുന്ന ഇങ്ങനെ വാരിദാകുന്ന ഹഖായിഖുൽ ഉലൂമുണ്ടല്ലോ, അത് എങ്ങനെയാണ് ഇവനെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നത്? ആ കൽബ് എത്തരത്തിൽ വഹുവ, ഈ കൽബ് ലം യതുബു മിൻ ഹഫവാതിഹി, ഹഫവാത്തിനെ തൊട്ട് അവൻ തൗബ ചെയ്തിട്ടേ ഇല്ല. പിന്നെങ്ങനെയാണ്? വഹിയ, എന്തായി ഹഫവാത്ത്? മാ യസ്ദുറു മിൻഹു, അവന്റെ മക്കളിൽ നിന്നുണ്ടാകുന്ന ഒന്നാണ്. മിനൽ മഅസിയത്തിനാലി ലാ അൻ ഖസ്ദി, ബോധപൂർവ്വം അല്ലാതെ കണ്ട്, ബോധപൂർവ്വം അല്ലാതെ കണ്ട് വന്നു ചേരുന്ന ഹഫവാത്തിനെ തൊട്ട് തൗബ ചെയ്യാത്ത കാലത്തോളം പോലും ഹഖായിഖുൽ അസ്റാർ തിരിയൂല. പിന്നെ ബോധപൂർവം ചെയ്ത വങ്കുറ്റങ്ങൾ ഉണ്ടായ പിന്നെ എന്തായിരിക്കും എന്റെ ഹാല്? മനസ്സിലാകുന്നുണ്ടാ? ഇവിടൊക്കെ മുസന്നിഫ് താജ്ജുബ പ്രകടിപ്പിക്കുന്നത് എങ്ങനെയാണ് എന്നുവെച്ചാൽ അങ്ങനെ ആവൂല. സൗറുൽ അക്ബാന് പതിഞ്ഞിരിക്കുന്ന കൽബിന് ഇശ്റാഖ് കിട്ടൂല. ഷഹവാത്ത് കൊണ്ട് തടഞ്ഞിടപ്പെട്ട അത് അള്ളാഹുലേക്ക് യാത്ര ചെയ്യൂല. യാത്ര ചെയ്യാത്തൊന്നും ഹളറത്തിലേക്ക് എത്തൂല. ഹളറത്തിലേക്ക് എത്താത്തത് ഹഖായിഖുൽ അസ്റാർ തിരിയൂല. മുസന്നിഫ് തങ്ങൾ ഇതിനെ തൊട്ട് താജ്ജുബാണ് പ്രകടിപ്പിക്കുന്നത്. ഇല്ലേ? കൈഫ, എങ്ങനെ? നടക്കുന്ന കാര്യമല്ലല്ലോ. എന്തിനെ തൊട്ട്? ഈ രണ്ടെണ്ണം കൂട്ടി പറഞ്ഞു കാണാം 4 സ്ഥലത്ത്. നോക്ക്, സുവറുൽ അക്വാന് മുൻതബിഅത്താണെന്ന് ഒരു ഭാഗത്ത് പറയുക, ഇശ്റാഖ് ഇപ്പുറത്തും പറയാം. അപ്പൊ സുവറുൽ അക്വാന് മുൻതബിഅത്തായി നിൽക്കുന്ന കാലത്തോളം ഇശ്റാഖ് എന്നത് സാധ്യമല്ല എന്ന് രണ്ടും കൂടെ ഒരുമിച്ച് കൂട്ടാൻ കഴിയുന്ന കാര്യമല്ല. നോക്കടാ, ഷഹവാത്ത് കൊണ്ട് ബന്ധസാക്കപ്പെടുക, എന്നിട്ട് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുക, അത് നടക്കൂല.
പിന്നെ ഹദ്റത്തിലേക്ക് പ്രവേശിക്കണം, ജനാബത്തിനെ തൊട്ട് ശുദ്ധിയായിട്ടില്ല. ഹഖായിഖുൽ ഉമൂർ തിരിയണം എന്ന് വിചാരിക്കുന്നു, പക്ഷെ ഹഫാവാത്തിനെ തൊട്ട് പോലും തൗബ ചെയ്തിട്ടില്ല. അപ്പോ 4 കൂട്ടത്തിൽ ഈ 2 എണ്ണം മിക്സാക്കിയിട്ടാ പറഞ്ഞു. അത് പരസ്പര വൈരുദ്ധ്യമുള്ള കാര്യമാണ്, രണ്ടും കൂടെ ഒരുമിച്ച് കൂടൂല എന്നുള്ള നിലക്കാണ് മൂപ്പർ അജബ് പറഞ്ഞത്. ലിമാ ഫീഹി ബൈനൽ ജംഇ ബൈനൽ അദ്ദാദ്, ലിദ്ദുകളുടെ ഇടയിൽ പരസ്പര വൈരുദ്ധ്യമായ കാര്യങ്ങളുടെ ഇടയിൽ ഒരുമിച്ച് കൂട്ടലാണ് അവിടെ ഉള്ളത്. വഹു മുഹാലുൻ, അത് മുഹാലാണ്. വഹാദിഹിൽ നശിയാഉൽ മദ്കൂറത്തു മുതലാദ്ദത്തുൻ, മേൽ പറയപ്പെട്ട 4 കൂട്ടല്ലേ, 4 കൂട്ടത്തിൽ ഈ 2 എണ്ണം അത് മുതലാദ്ദാണ്. അപ്പൊ ഇസ്റാഖുൽ ഖൽബ് എന്തിനെതിരാണ്? സുവറുള്ളക്കവാന് മുന്തബിയത്താന്നതിനെതിരാണ്. രണ്ടും കൂടി യോജിക്കൂല. ഷഹവാത്ത് കൊണ്ട് തടഞ്ഞിടപ്പെടൽ എന്നുള്ളത് യാത്രക്കെതിരാണ്. ബാക്കി കൂട്ടിക്കോ. അതാ ഫഇന്ന ഇസ്റാഖൽ ഖൽബി ബിനൂരിൽ ഈമാനി വൽ യഖീൻ, അതാണ് ഒന്നാമത്തേത്. കൈഫ യുശ്രിഖു ഖൽബുൻ, ഖൽബിന്റെ ഇസ്റാഖ് എന്തുകൊണ്ടാണെന്ന് മത്തിനി പറഞ്ഞിട്ടില്ല, അത് തിരിയുന്നതാണ്. യുശ്രിഖുനെ പറഞ്ഞിട്ടുള്ളൂ. എന്തുകൊണ്ട്? ബിനൂരിൽ ഈമാനി വൽ യഖീൻ, ഈമാനിന്റെയും യഖീനിന്റെയും നൂറ് കൊണ്ട് കൽബ് പ്രകാശിക്കൽ എന്നത് മുതലാദ്ദാണ്. എന്തിനോട്? ലിൽ ദുൽമത്തി, ഒരു ഇരട്ടിനോട്. ഏതിരട്ട്? അല്ലത്തി ഇസ്തൗലത്ത് അലൈഹി, കൽബിന്റെ മേലിൽ അധികാരം നടത്തിയിരിക്കുന്ന ഇരുട്ട്. ഏത് കാരണത്താൽ? ബിർറുകൂനി ഇലൽ അഗ്യാർ, അല്ലാഹു അല്ലാത്ത ഗൈറിലേക്ക് ചായൽ എന്ന കാരണത്താൽ. വൽ അക്വാനി, അക്വാനിലേക്കും. വഅതിമാദിഹി അലൈഹ, അതിന്റെ മേലിൽ ഇത്തിമാദ് ചെയ്യുന്ന കാരണത്താലും. അതാണേത്? സുവറുൽ അക്വാനി മുന്തബിയത്തൻ ഫീ മിർആതിഹി, അതിൽ ഏതിമാദും ഏത്തിക്കാതും ഉണ്ട് എന്ന് വരുത്താനാണ് മുപ്പറന്താക്കിയത്. ഏത്തിക്കാദി അൻഹാ തളുറു വതൻഫഉ വതതല്ലുഇഹി ലഹാ ഫീ ഹുസൂലി അംദിമ്മാ മിനൽ ഉമൂരി വതഅല്ലുഖിഹി ബിഹാ എന്ന് കൂട്ടിയത്. എന്നല്ലാണ്ട് പോകുന്ന പോക്കിൽ കണ്ടുപോയി പതിഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞങ്ങൾ ഇവയ്ക്ക് ജീവിക്കാൻ കഴിയോ? അവരിവനെ മനസ്സ് മരിച്ചല്ലല്ല. അതാണ് ഇതിന്റെ കോട്ടം. ഇനി രണ്ടാമതേതാ പറഞ്ഞത്? അള്ളാഹുവിനെ കൊണ്ടുള്ള സൈറ്, ഷഹവാത്ത് കൊണ്ടുള്ള കുടുക്കിയിടലാണ് രണ്ടാമത്, അല്ലേ? വൽ മസീറു ഇലല്ലാഹി തആല ബിഖത്ഇ അഖബാത്തിൻ നഫ്സി, അള്ളാഹുവിലേക്കുള്ള സൈറ് എന്നുള്ളത്, അള്ളാഹുവിലേക്കുള്ള സൈറ് എന്ന് പറഞ്ഞാൽ വണ്ടി കയറിയിട്ട് പോക്കല്ല, കാൽനടയിലല്ല, ഒട്ടകപ്പുറത്തല്ല, ഒന്നുമല്ല. ആ സൈറ് എന്തുകൊണ്ടാണെന്ന് പറയണ്ടേ? അത് നഫ്സിന്റെ അക്കബാത്തുകളെ മുറിച്ചു കടക്കലാണ്. ഏത് സൈർ എന്ന് പറഞ്ഞാൽ അമ്മ സൈറു ഫഹുവ തഅല്ലുഖുൽ ഇബാറത്തുൻ അൻ തഅല്ലുഖുൽ ഖൽബി നഹവർ റബ്ബി സുബ്ഹാനഹു വ തആല എന്ന് നമ്മൾ പണ്ടോതിനി. സൈർ എന്ന് പറഞ്ഞാൽ എന്താ? സൈർ സുലൂക്ക്, സൈറിനാൽ സുലൂക്ക് ഉണ്ടാകണം. സൈർ എന്ന് പറഞ്ഞാൽ എന്താ? അമ്മ സൈറു ഫഹുവ ഇബാറത്തുൻ അൻ തഅല്ലുഖുൽ ഖൽബി നഹവർ റബ്ബി സുബ്ഹാനഹു വ തആല, അല്ലാഹുവിന്റെ ഹദറാത്തിലേക്കുള്ള കൽബിന്റെ ആ തഅല്ലുഖ്, ആ ഫോക്കസ്, ആ തിരിച്ചുവിടലുണ്ടല്ലോ, അതാണ്. പക്ഷെ ആ തിരിച്ചുവിടുമ്പോൾ ബേക്കോട്ട് ഭരിക്കാൻ വേണ്ടി ചില തടസ്സങ്ങളുണ്ട്. ആ തടസ്സങ്ങൾ മുറിക്കണം, എന്നെങ്കിലും ഇങ്ങനെ തിരിഞ്ഞു കിട്ടും. എന്താ തടസ്സം? അതാണ് മുഖാലഫത്തിൻ നഫ്സി ഫീ ഹുബ്ബി ശഹവാതിഹാ വലൗ കാനത് മുബാഹൻ, മുബാഹായ ഹുബ്ബു ശഹവാത്തിനെ തൊട്ട് മുഖാലഫത്താക്കിക്കൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ തിരിഞ്ഞു കിട്ടൂല. അതന്നെ ഇവിടെയും പറഞ്ഞത്. ഈ സൈറ് ശരിയാണെങ്കിൽ ഇപ്പുറത്തുനിന്ന് ഈ ചങ്ങല ഇവിടുന്ന് മുറിക്കാണ്ടാവില്ലല്ലോ. സുലൂക്ക് എന്ന് പറഞ്ഞാൽ തവജുഹായി കഴിഞ്ഞാൽ ഇനി അവിടുന്ന് കൂടി യാത്ര പോകണം. ആ യാത്ര എന്താ? ഫർദും സുന്നത്തുമായ അമാലിലുള്ളതാണ്. പിന്നെ സുലൂക്ക് ഉണ്ടായാല് ഇത് ഖുർബൻ ബിൽ ഫറായിദ്, ഖുർബൻ ബിൻ നവാഫിൽ. ഖുർബൻ ബിൽ ഫറായിദ് ഏതാ? വലാ യസാലു എന്താണ്? വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ അഫ്തറതുഹു അലൈഹി ആണത് ഖുർബുൽ ഫറായിദ്. ഖുർബുൽ ഫറായിദ് വാജിബാത്തിനെ ചെയ്യലും പെട്ടു, മുഹറമായ കാര്യങ്ങൾ ഒഴിവാക്കലും പെട്ടു, അതും വാജിബാണല്ലോ. വലാ യസാലു അബ്ദി യതഖറബ ഇലയ്യ മിൻ നവാഫിലാണ് ഖുർബുൽ നവാഫിലി. അതില് മുസ്തഹബാത്തിനെ ചെയ്യലും പെട്ടു, പിന്നെ മക്റൂഹാത്തിനെ തർക്ക് ചെയ്യലും പെട്ടു. അവിടുന്ന് അങ്ങോട്ടാ. പിന്നെ അവിടെ നിന്ന് അങ്ങനെ പോയിട്ടാണ് ഹത്താ ഉഹിബ്ബഹു എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല മുഹിബ്ബാകുക, ഇവൻ മഹബൂബാകുക. അപ്പൊ മഹബൂബിയത്തിന്റെ മക്കാമിലേക്ക് എത്തിക്കും. അതാണ് അവിടുന്ന് കൊണ്ടുള്ള സുലൂക്ക്. എന്നല്ലാണ്ട് ഒരു വൈദ്യുതി ഇങ്ങനെ വട്ടം കൂടി എന്നിട്ട് ഈബത്ത് പറയലും മറ്റോ നമ്മളെന്താ പറഞ്ഞ കാസറ്റ് എടുത്തോണ്ടാ, ഇവനെന്താ പറഞ്ഞ ഇതെടുത്തോണ്ടാന്ന് ഇതെടുത്തോണ്ടാന്ന്, ഇവനിക്ക് നേരം കൂടെ ഇതന്നെ ഇന്ന് കിടക്കുന്ന അരികത്ത് ചോദാം.
നഫ്സിന്റെ അഖബാത്താണ്. അമ്മാറാത്ത്, നവാമാത്ത്, ഹവാത്തിൽ കൊണ്ടുപിടിക്കുന്നതിനനുസരിച്ച് അമ്മാറത്തെന്നും ലവാമത്തെന്നും മുൽഹിമത്തെന്നും കണ്ടിങ്ങനെ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നല്ലോ. ഈ അഖബാത്തുകളെ മുറിച്ചു കടന്നുകൊണ്ടുള്ള മസീർ മുലാദ്ദുൻ, അതെതിരാണ് ലിലിയത്തിഖാലി ഫീ ഹബ്സിൽ ഹവാ വശഹവാത്ത്, ഷഹവാത്തിന്റെയും തടിഹവായുടെയും ഹബ്സിൽ കുടുങ്ങിക്കിടക്കുന്നതിന് എതിരാണത്. രണ്ടാമത്തെ. മൂന്നാമത്തതോ ദുഖൂലുൽ ഹളറത്ത് എന്നുള്ളത് ഗഫലാത്താകുന്ന ജനാബത്തിനെതിരാണ്. അതാ വദുഖൂലു ഹളറത്തില്ലാഹി, അള്ളാഹുവിന്റെ ഹളറത്തിലേക്കുള്ള പ്രവേശനം, അത് അൽ മുഖ്തളിയത്തി തഹാറത്തിൽ ഖൽബി വനഹസാഹത്തിഹി, അത് കൽബിന്റെ തഹാറത്തിനെയും നസാഹത്തിനെയും അതിന്റെ ശുദ്ധീകരണത്തിനെയും അത് ആവശ്യപ്പെടുന്നുണ്ട്. അതിലെ പള്ളി കയറ്റുള്ളൂ. അത് മുലാദ്ദുൻ, അതെതിരാണ് ലിമാഹു അലൈഹിം ബിൻ ജനാബത്തിൽ ഗഫലാത്ത്, ഗഫലത്താകുന്ന ജനാബത്തിനോട് അതെതിരാണ്. അല്ലത്തി എങ്ങനെയുള്ള ഗഫലത്താണ്? മുഖ്തദാഹൽ ഇബ്ആദ്, അതിന്റെ മുഖ്തദ എന്താ? ഇബ്ആദ്, ദൂരത്ത് പോട് എന്ന് പറയലാണ്. നാലാമത്തത് ഏതാ? ഫഹ്മു ഹഖായിഖ് ദഖായിഖൽ അസ്റാർ, അല്ലേ? ഇവിടെ തൗബ ഇല്ലാതാനും ഹഫവാത്തുണ്ട്. ഫഹ്മു ദഖായിഖൽ അസ്റാർ എന്നുള്ളത് അൽ മുസ്തഫാദത്തി, അത് എവിടുന്ന് കിട്ടേണ്ടതാണ്? മിനത് തഖ്വ, അത് തഖ്വയിൽ നിന്ന് കിട്ടേണ്ടതാണ്. അത് മുലാദ്ദുൽ ലിസ്റാറി അൽ മആസി വൽ ഹഫവാത്ത്. അപ്പൊ മാസിയത്ത് ഹഫവാത്തിന്റെ മേല് ഉറച്ചിരിക്കലിന് അത് മുലാദ് എതിരാണ്. ഉറച്ചിരുന്നു എന്നല്ലേ? വഹുവ ലം യതുബ്, തൗബ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ദോഷത്തുമ്പോ തന്നെ ഉണ്ട് എന്നാണല്ലോ അർത്ഥം. വഇലൈഹിൽ ഇശാറത്തു ബിഖൗലിഹി, അല്ലാഹുവിന്റെ ഖൗല് കൊണ്ടുള്ള ഇശാറത്ത് ഇതിലുണ്ട്. വത്തഖുല്ലാഹ വയുഅല്ലിമുകുമുല്ലാഹ്, നിങ്ങൾ തഖ്വ ചെയ്തോ അല്ലാഹു തആല പഠിപ്പിക്കാന്ന് പറഞ്ഞു. അപ്പൊ വത്തഖുല്ലാഹ എന്ന അബ്ദിന്റെ പണിയായി, വയുഅല്ലിമുകുല്ലാഹ് അല്ലാഹുവിന്റെ പണിയായി. അപ്പൊ തഖ്വ കൊണ്ട് താലീമ് നടക്കും എന്നിവിടെ നടത്തിയിട്ടുണ്ട്. മാത്രമല്ല റിവായത്ത് ചെയ്യപ്പെട്ട ഹദീസുമുണ്ട്. മൻ അമില ബിമാ യഅലമു, ഇവൻ അറിഞ്ഞ കാര്യങ്ങളെ കൊണ്ട് ഒരാൾ അമൽ ചെയ്താൽ വറസഹല്ലാഹു ഇൽമ മാ ലം യഅലം, അറിഞ്ഞിട്ടില്ലാത്ത ഇൽമിന് അല്ലാഹു അനന്തരമാക്കി കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അറിഞ്ഞത് കൊണ്ട് അമൽ ചെയ്യലാണ് ശരിക്കും പറഞ്ഞാൽ ഗഫലാത്തിനൊത്തുള്ള തൗബാദിൽപ്പെട്ടല്ലോ. വകുല്ലു വാഹിദിൻ മിൻ ഹാദിഹിൽ അർബഅതി, മേൽ പറയപ്പെട്ട 4 കാര്യത്തിൽപ്പെട്ട ഓരോന്നും സബബും ഫീമാ ബഅദഹു, ശേഷമുള്ളതിലേക്ക് സബബാണ്. സുവറുൽ അക്വാന മുന്തബിയത്താൻ കാരണം എന്താന്ന്? ജനങ്ങളുമായി കൂടിക്കലർന്നുകൊണ്ടാണ്, വിസരത്തില്ലായ്മ കൊണ്ടാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സുവറുൽ അക്വാന് പരന്ന കാരണത്താൽ എന്തായി? ഓനിക്ക് ഷഹവാത്തുകളെ കൊണ്ട് കുടുക്കിയിടപ്പെട്ടവനായി. ഷഹവാത്ത് കൊണ്ട് കുടുക്കിയിടപ്പെട്ടപ്പോൾ അള്ളാഹുവിന്റെ ഹദ്റത്തിലേക്കുള്ള ദുഖൂല് തടഞ്ഞു. അങ്ങനെ ശേഷമുള്ള മുമ്പിലുള്ള ഓരോന്നും ശേഷമുള്ളതിന് സമബാക്കിയിട്ടാണ് ഉപ്പർ പറഞ്ഞിരിക്കുന്നത്. അത് നോക്കാം. അപ്പൊ ഫന്തിബാ സുവറുൽ അക്വാനാണ് ഒന്നാമത്. അത് സബബുൻ ഫീ തകബ്ബുലിഹി ബിശ്ശഹവാത്ത്, ഷഹവാത്ത് കൊണ്ട് കുടുങ്ങിക്കിടക്കാൻ അത് കാരണമായി തീർന്നു. ഇതാ ഓരോന്നുണ്ടെന്നാ. ഒന്നാമത്തത് ഇന്തിബാ സുവറുൽ അക്വാൻ ഫീ മിർആത്തിൽ ഖൽബാനി, അത് സബബാണ് ഫീ തകബ്ബുലിഹി ബിശ്ശഹവാത്ത്, ഷഹവാത്ത് കൊണ്ട് കുടുങ്ങാൻ. വത്തകബ്ബുലു ബിഹാ സബബുൻ ഫിൽ ഗഫലത്തി, ഷഹവാത്ത് കൊണ്ട് കുടുങ്ങൽ എന്നുള്ളത് ഗഫലത്ത് ആകാനുള്ള കാരണമാണത്. വഹിയ സബബു ഫീ കുല്ലി ഹഫബത്തിൻ, എല്ലാ ഹഫവാത്തിനുള്ള കാരണമാണ് ഈ ഗഫലത്ത് എന്നുള്ളത്. വൽ ഹഫബത്തു സബബുൻ ഫീ അമൽ ഖൽബി, ഖൽബ് കുരുടാവാനുള്ള കാരണമാണ് ഈ ഹഫവാത്ത് എന്നുള്ളത്. അങ്ങനെ ഞാൻ തർത്തീബാക്കിയിട്ടാ കൊണ്ടാണ്. ഇനി സുമ്മ ശറഅ റഹിമഹുല്ലാഹ്, പിന്നെ മുസന്നിഫ് റളിയല്ലാഹു അൻഹു ആരംഭിക്കുകയാണ് യതകല്ലമു അലാ ശൈഇൻ മിനൽ മആരിഫ്, മആരിഫിൽപ്പെട്ട ഒരു കാര്യത്തിന്റെ മേലെ. മആരിഫ് കുറേയുണ്ട്, അതിൽപ്പെട്ട ഒരു കാര്യം. അതെന്തിനാണ്? ലിയുനസ്സിതൽ മുരീദ, മുരീദിന് നല്ല നശാത്ത് കൊടുക്കാൻ വേണ്ടി, ഉറക്കെല്ലാം ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. ഹത്താ യുദ്രിക ദാലിക ദൗഖൻ, അത് ദൗഖാൽ അവന് കിട്ടുകയും വേണം, പറഞ്ഞാ പോരാ. അങ്ങനെ ഫതകല്ലമ അലാ വഹദത്തിൽ വുജൂദ്, വഹദത്തിന്റെ വുജൂദിന്റെ മേലാണ് ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. വഹദത്തുൽ വുജൂദ് എന്ന ഖാലിഖും മഖ്ലൂഖും ഒന്നല്ല ഇതിന്റെ വായന. ഖാലിഖിന്റെ വുജൂദും മഖ്ലൂഖിന്റെ വുജൂദും 2 വുജൂദാണ്. മഖ്ലൂഖിന്റെ വുജൂദിന് ഹൗല ഖുവ്വത്ത് ഒന്നുമില്ല, ഖായിമത്തും ബില്ലാഹി ആയിട്ട് മാത്രം കാണുന്നു. അള്ളാഹുവിന്റെ അതെങ്ങാനും ഈ വസ്തുവിന് ഇല്ലായിരുന്നുവെങ്കിൽ ഇത് കംപ്ലീറ്റ് എന്താണ്? ഒന്നും ഒരു ശൈനും പറ്റാത്തതാണ്. അതും ഞാൻ മൽഊനത്തുൻ മൽഊനും മാഫിഹ എന്ന് പറഞ്ഞു. വഹദത്തുൽ വുജൂദ് അവിടെ പറഞ്ഞിട്ട്
അദുഞ്ഞാ കുല്ലുഹ മൽഊനത്തു മൽഊനും മാ ഫീഹ. ദുഞ്ഞാവ് മുഴുവനും മൽഊനത്താണ്. എന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ ബന്ധം അതിന് കൊടുക്കാൻ പറ്റൂല, എല്ലാം അകറ്റിക്കൾ. അതിലൊരു ശൈ കൊടുക്കാനില്ല. മൽഊനും മാ ഫീഹൻ. പക്ഷെ ഇല്ല ദിക്റുല്ലാഹി വമാ വാലാഹ, അള്ളാഹുവിന്റെ ദിക്ർ ചേർക്കുമ്പോഴേക്ക് അള്ളാഹുമായിട്ട് തക്കത്ത് പറഞ്ഞ സാധനമായില്ല. അപ്പൊ അന്നേരൊക്കെ നോക്കുമ്പോ എന്തായി? ദുഞ്ഞാവ് മുഴുവനും മഅദൂമാണ്. അള്ളാഹുവിന്റെ ആ വുജൂദ് എങ്ങനെ എത്തിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ, അതിന്റെ ഇംദാദും കൊടുത്തിട്ടില്ലെങ്കിൽ ഈ സാധനം എവിടെയുള്ളത് എന്ന് പറഞ്ഞിട്ട് ആ കണക്ഷൻ ഇല്ലാത്ത കാലത്തോളം ഒന്നുമില്ലല്ലോ. വാലാഹു അതിനെ സഹായിക്കുന്ന കാര്യങ്ങൾ ദിക്റിനെ സഹായിക്കുന്ന എത്രവട്ടം പറഞ്ഞു ഓതി പറഞ്ഞു ഹദീസാണല്ലോ. ഫതകല്ലമ വഹദത്തിൽ വുജൂദിനെ സംസാരിച്ചു. എങ്ങനത്തെ അല്ലത്തി ഉഫിദത് ബി തഗ്ലീഫ്, അത് പ്രത്യേകം പറയാൻ തഗ്ലീഫ് വേറെ തന്നെ ഉണ്ട്. ഈ കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ, ഇതിന് പ്രത്യേകമായ തഗ്ലീഫ് തന്നെ ഉണ്ട്. ഫഖാല, മുഫറ പറഞ്ഞു, അൽ കൗനു കുല്ലുഹു ദുൽമത്തുൻ. കൗൻ എന്ന് പറഞ്ഞാൽ എന്താ? അൽ മുക്കബ്ബനാത്ത്, മസ്തറാണ് സാധനം. കാന യകൂനു കൗനൻ, അവിടെ മുക്കബ്ബനാത്ത് ഇസ്മും മഫ്ഊലായിട്ട് കൊണ്ടുവരണം. അൽ മൗജൂദാത്തു ബി അസ്രിഹ, പടക്കപ്പെട്ട സാധനങ്ങൾ മുഴുവനും. കുല്ലുഹു, മുഴുവനും മുഴുവനും ദുൽമത്താണ്. ദുൽമത്ത് എന്ന് പറഞ്ഞാൽ അദമും മഹ്ള്, ഇല്ലായ്മക്ക് ദുൽമത്ത് എന്ന് പറയും. അദമും മഹ്ളാണ്. ലാ വുജൂദ ലഹു, അതിന് യാതൊരു വുജൂദുമില്ല. ഫീ നദരി അർബാബി ശുഹൂദ്, ശുഹൂദിന്റെ അർബാബുകളെ കാഴ്ചപ്രകാരം അതിന് യാതൊരു വുജൂദും ഇല്ല. എന്നാ പിന്നെ അതിനെ ഇനി പ്രകാശിപ്പിക്കുന്ന ഒരു വുജൂദായിട്ട് എടുത്ത് പറയുന്നില്ലേ? അത് വൈന്നമ അനാറഹു ദുഹൂറുൽ ഹഖ് ഫീഹി, അതിനെ ദുഹൂറാക്കിയത്, അതിനെ മൗജൂദാക്കി മറിക്കുന്നത് എന്തെന്നാ? ഈ ഇരുട്ടത്തിൽ നിന്ന്, അതുമാകുന്ന ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നത് ദുഹൂറുൽ ഹഖ് ഫീഹി. ഹഖ് ഏതാ? അല്ലാഹു തആല. അതിൽ അല്ലാഹു തആലാന്റെ ദുഹൂറാണ് അതിനുണ്ടാക്കിയത്. അതേപോലെ ദുഹൂറി ശംസി ഫിൽ ഖുവ്വത്തി ദാത്തി സുജാജ്, വിളക്ക് വെക്കുന്ന ഒരു പാത്രത്തിനല്ലേ കുവ്വത്ത് എന്ന് പറയുന്നത്? അതിൽ ശംസ് ലാഹിറാകുന്നത് പോലെ ഒരു സാധനത്തിന്റെ മുകളിൽ ഇരട്ടത്ത് കാണപ്പെടാത്ത ഒരു സാധനത്തിന്റെ മേലെ ടോർച്ചിങ്ങിന് അടിച്ചു കൊടുത്താൽ അതിനിപ്പോ ദുഹൂറ് കാണും. ഈ ടോർച്ചം കണ്ട് എടുത്തു കഴിഞ്ഞാലോ ആ സാധനം കണ്ട് ഹഫിയായി പോയും ചെയ്തു. എന്നതുപോലെയാണ് അള്ളാഹുവിന്റെ വുജൂദാകുന്ന ടോർച്ചിങ്ങിന് ഇങ്ങോട്ട് അടിച്ചു കൊടുത്താൽ ആ സാധനത്തിൽ ദുഹൂറുണ്ടായി കാണും. അപ്പൊ ഫലൈസ ഹുനാക ഇല്ലാ വുജൂദുൻ വാഹിദുൻ, ഒരൊറ്റ വുജൂദല്ലാതെ ഹഖീഖത്തും വുജൂദ് അവിടെ ഇല്ല. അതേതാ വുജൂദ്? വുജൂദുൽ ഹഖ്. വബി ദുഹൂരിഹി ഫിൽ അശിയാ, ആ വുജൂദ് അശിയാക്കളിലെല്ലാം ദുഹൂറാകുന്ന കാരണത്താൽ, ഇത് ആ ഹക്കായ വുജൂദിന്റെ ദുഹൂർ അശിയാക്കളിലാകുന്ന കാരണത്താൽ വുജിദത്, അത് മൗജൂദായി. എങ്ങനെ മൗജൂദായി? ഹല ഹസ്ബി മാ തഖ്തളിഹി തബാഇഹ, അശിയായിന്റെ ഓരോന്നിന്റെയും തബായികൾ തേടുന്ന ആ രീതിയിൽ. അപ്പം അലൈസ ലഹാ വുജൂദുൻ ഫീ ദാതിഹ, അശിയാക്കൾക്ക് ഫീദാത്തിലേക്ക് നോക്കിയിട്ടൊരു വുജൂദ് അതിനില്ല. ഇതാണ് അതിന്റെ സ്ഥിതി. അപ്പൊ ഇവിടെന്തായി? രണ്ട് സാധനമായി. ഒന്ന് ഹഖീഖത്തും വുജൂദുള്ള വുജൂദും വാഹിദുണ്ട്, അതാ വുജൂദുൽ ഹഖ്. ഇത് മറ്റെല്ലാത്തിനെയും വുജൂദിനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു മജാസിയായ വുജൂദും ഉണ്ട് അവിടെ. അതെപ്പോഴാണോ വിവരിക്കുന്ന അവസരം ഇതില്ലാണ്ടായി. അപ്പൊ മറ്റൊരാളെ താബിയായിക്കൊണ്ടാണ് ഇതെല്ലാം വുജൂദ് ഉണ്ടാകുന്നത്. ഇങ്ങനെയാകുന്ന അവസരത്തില് പടപ്പുകൾ ഇപ്പൊ അത്ര തരത്തിലുണ്ടാകാം. ഒന്നെങ്കിൽ ഇവന ഈ ഹക്കായ വുജൂദ് മാത്രം കാണും, ഇതിനെപ്പറ്റി ഒരു ചിന്തയും ഇല്ലാത്ത രീതിയിൽ ഇത് മാത്രം ശ്രദ്ധ പതിപ്പിക്കുന്ന ഒരു കൂട്ടറുണ്ടാവും. ഒന്ന്. രണ്ടാമത് ഇതിനെ പറ്റ മറന്നിട്ട് ഇതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച കൂട്ടറുണ്ടാവും. അവനാണ് നാസ്തികനായി മാറുന്നത്. ഇത് തന്നെയാണ് സാധനം. മറ്റൊരു കൂട്ടരുണ്ടാകും, എങ്ങനെ? ഇതിനെ കാണുന്നു പക്ഷെ ഇവനെ കൊണ്ടാണ്. ഓരോ ലഹലയിലും ഇതിന്റെ വക്കൽ നിന്ന് കിട്ടുന്നത് കൊണ്ടിവിടെ ഉണ്ടാകുന്നുണ്ട്. വൈല്ലാ ഫല. അപ്പൊ ഇവർ കംപ്ലീറ്റ് ഫനായിന്റെ അഹലുകാരാണ്. ഇവർക്ക് ദുഞ്ഞാവ് ചിലപ്പോ ഇല്ലാന്ന് തന്നെ പറഞ്ഞു, അങ്ങനത്തെ സാധനേ ഇല്ല എന്ന് ഉറക്കത്തില ആയ മാതിരിയായിരിക്കും. പക്ഷെ അവർക്ക് ഖലബത്തുൽ ഹാല് കൊണ്ടാണ് പറയുന്നതെങ്കിൽ ആ രീതിയിലെങ്കിൽ വിട്ടേക്കണം. ഹാല് മികച്ചിട്ട് ഇത് മാത്രമേ കാണുന്നുള്ളൂ, ഇതിനെപ്പറ്റി ഇവർക്ക് ഒരു ചിന്തയില്ല, പറ്റ ഉരുടിലാണുള്ളത്. അവർ ഹാല് മികച്ച വകയിലാണെങ്കിൽ അവർ കംപ്ലീറ്റ് മജ്ദൂബീങ്ങളായി ഫനായിന്റെ അഹലുകാരായി മാറി. എല്ലാ വെറും തട്ടിപ്പാക്കി പറയുന്നതാണ് ഓ സൂഫസ്തായിക്കാരനുമായി. ആകാശമില്ല ഭൂമിയില്ല ഒന്നുമില്ല, ഉണ്ടെങ്കിൽ അത് തേച്ചു അതിന്റെ ഉള്ളൂ. അവനാ സൂഫസ്തായി. ഇതുണ്ട് പക്ഷെ ഇതേ ഉള്ളൂ എന്ന് പറയുകയും ചെയ്യാം. അപ്പൊ ഈ കാണുന്നതോ അതന്നെ അള്ളാന്ന് പറഞ്ഞെങ്കിൽ അതാണ് തെറ്റിയത്. മറ്റോറ് അള്ളാന്റെ വുജൂദിനെ വുജൂദായി കണ്ടിട്ട് ഇതിനെ തൊട്ട് ഗഫലത്തായിക്കൊണ്ട് ആ ഫനാകാം. എന്നിട്ടാണ് അല്ലാതെ ഇല്ല എന്ന് പറയുന്നത്. ഇവർക്ക് ഇത് ഉണ്ടായിട്ടില്ല.
ഇതില്ലാതെ കണ്ട് ഇതിനോട് കൂടി ഇത് വാദിച്ചടക്കുമ്പോൾ ഇത് തഹഖീഖാക്കാൻ കഴിയാണ്ടിരിക്കുമ്പോൾ ഇത് തന്നെ അള്ളാഹ് പറയുന്ന ചുറ്റുപാട് വന്നത്. അതാണ് അവിടേക്കുള്ള അവസ്ഥ അവിടെയാണ് കിടക്കുന്നത്. മനസ്സിലായില്ല? ഇനി ഈ വസ്തുവിനെ മാത്രം കാണുന്നതുകൊണ്ട് നാസ്തികനായി മാറുന്നു ഇവനെ കാണുന്നില്ലെങ്കിൽ, ഈ വസ്തുവിനെ കാണുന്നു ഇതിന്റെ നിലപാടനുസരിച്ച് മാത്രം കാണുന്നു ഇതിനോട് താബിയായിക്കൊണ്ടാണ് എന്ന് കാണുമ്പോഴാണ് ഇവനാണ് തഹഖീഖിന്റെ ആള്. അതല്ലേ ഈ ആലമിനെ മൊട്ടത്തി മൂപ്പറന്താക്കി എന്നറിയാം. ആലമുൽ നില്ല് എന്നാ പറഞ്ഞത്. ആലമുൽ നില്ല് എന്ന് പറയാൻ കാരണം എന്താ? ഒരു സാധനത്തിനോട് താപിയാകുന്ന സാധനമാണ് നെല്ല്. നെല്ലിന് സ്വന്തമായ ഒരു വജൂദ് കാണൂല. ഒരു കൊള്ളി ഇങ്ങനെ കുഴിച്ചിട്ടാൽ ആ കൊള്ളിയുടെ നെല്ലിയുടെ കാണും അല്ലേ? ഈ കൊള്ളിയിൽ എന്താ തിരിച്ചിലും പറഞ്ഞ അതാണ് ചില നെല്ലിന് ഇങ്ങനെ മാറ്റം വന്നുകൊണ്ടേയിരിക്കില്ല. അപ്പൊ നെല്ലിന് സ്വന്തമായ വജൂദ് നെല്ലായിട്ട് എടുക്കാനോ വെക്കാനോ ഒന്നും കഴിയൂല. പക്ഷെ ഈ കുഴിച്ചിട്ട സാധനം അതിന്റെ പിന്നിലുള്ള ലൈറ്റും കാണാത്ത ഒരാളെ സംബന്ധിച്ചോളം നെല്ല് അങ്ങോട്ട് നീങ്ങിയിട്ടുണ്ട് ഇങ്ങോട്ട് നീങ്ങിയിട്ടുണ്ട് ചെറുതായിട്ടുണ്ട് വലുതായിട്ടുണ്ട് ഇങ്ങനെ പറയും. നെല്ലിനെ കൊണ്ട് തണല് കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ നെല്ലിന്റെ പിന്നിൽ എന്തുണ്ട്? ശരിക്കും ചലനം നെല്ലിന് വന്നിട്ടില്ല. ഈ നെല്ല് ആലമുൽ നില്ലെന്നാ പറയുന്നത്. അള്ളാഹുവിന്റെ തസ്രീഫാത്തിനോട് ഒപ്പിച്ച് മാത്രം സഞ്ചരിക്കുന്ന ഈ ആലമായതുകൊണ്ട് ആലമുൽ നില്ലെന്ന് അതിന് പേര് കൊടുത്തിട്ടുണ്ട്. ഇതിൽ തന്നെ നീ ഹക്കീക്കത്തിലുള്ള ഒരു സാധനമാണോ? നീ വസ്തുവിന്റെ കൂട്ടത്തിൽ വസ്തു മേത്തരം വസ്തു, പക്ഷെ എന്നാൽ തന്നെ നീക്കും ഹക്കീക്കത്തില്ല. അതുകൊണ്ടാണ് മജാസിലേക്ക് മൻസൂബാക്കപ്പെട്ടു. മജാസിയ് ആലമുൽ നില്ലിലാവുക, അതോടൊപ്പം തന്നെ മജാസിലേക്ക് മൻസൂബാകുക ഹക്കീക്കത്തിനെതിരായിട്ട്. അങ്ങനെയുള്ള മനുഷ്യ നീ എന്താക്കണം? ഷാഹിദ് വാഹിദം ഫിൽ വുജൂദ്. അൽ വുജൂദിൽ വാഹിദായ ഒരുത്തനെ മാത്രം നീ മുഷാഹദ ചെയ്യണം. എന്തിനാ? എത്ര പേരെ മുഷാഹദ? അതിന്റെ ഗായത്താ പറഞ്ഞത് കൈ തളുമാഹില്ല. നീ എന്ന് പറഞ്ഞത് പറ്റങ്ങോട്ട് മുതുമഹില്ലാകണം. നീ എന്ന് പറഞ്ഞ ഒരു അന ഉണ്ടാകാൻ പാടില്ല, അന്തി ഉണ്ടാകാൻ പാടില്ല, അനി ഉണ്ടാകാൻ പാടില്ല. മുതുമഹിൽ കൈ തളുമാഹില്ല. നമ്മൾ ജലാലിൽ ഓതി വരുന്നയാന്ന്. എന്നിട്ട് പറയുന്നു ലോകത്തിലുള്ള എന്ത് വസ്തുക്കളാവട്ടെ അവാലിമ് കംപ്ലീറ്റ് അള്ളാഹു അല്ലാത്ത മുഴുവൻ ആലമിനെയും മുപ്പർ ജമ്മാക്കിയിട്ട് പറഞ്ഞ അവാലിമിന്റെ അസലെന്താണ്? അസ്ലി ആസിഫത്ത് ഇൻഇദാമാണ്, മുൻഅദിമാണ്. അതിന്റെ അസ്ലി ആസിഫത്ത് ഇൻഇദാമാണ്. അപ്പൊ ഇപ്പൊ വുജൂദോ? ആ വുജൂദ് ഇങ്ങനെ പമ്പ് ചെയ്ത് കൊടുത്തിട്ട് മറ്റവനെ തക്ദീറാക്കി അതിനനുസരിച്ചിട്ട് പമ്പ് ചെയ്ത് ഇങ്ങനെ കൊടുത്തപ്പോൾ ആ വുജൂദ് ഇങ്ങനെ കാണും. പമ്പിങ് ഓഫാക്കട്ടെ, ഇവിടെ കൊണ്ട് പോയി. ഏതുപോലെ ഒരു വെള്ളത്തിന്റെ ഗതി എങ്ങോട്ടാണ്? അതിന്റെ അസല് താഴോട്ട് വിടുകലാണ്. അപ്പൊ കിണറിൽ നിന്ന് വലിച്ചിട്ട് 40 അടി 50 അടി 100 അടി മുകളിൽ പോയിട്ട് ടാങ്കിലേക്ക് എത്തുന്നുണ്ടല്ലോ. അത് നീ ഹൈഡ്രോളിക് മെഷീൻ വെച്ചിട്ട് നല്ല ജെറ്റ് വെച്ചിട്ട് പമ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഫോഴ്സ് കൊടുത്ത് കയറ്റുന്നുണ്ടാന്ന്. മോട്ടർ ഒന്ന് ഓഫാക്ക്, വെള്ളം അങ്ങോട്ട് പോകും, താലേക്ക് പോകും. ലാഹ അസ്റുൽ അവാലിമി ബിൻ ഇദാമി മീൻ സുബൂത്തിൽ വുജൂദി ലില്ലാഹി ഇല്ലാ. അൽ വുജൂദ് അല്ലാഹു തആലാക്ക് മാത്രം, അതെ അല്ലാഹു തആലാക്ക് മാത്രം നീ സുബൂത്താകുന്ന കാരണത്താൽ മറ്റുള്ളതിന് അൽ വുജൂദ് കൊടുക്കൂല. അപ്പൊ മിൻ ഇദാമിന്റെ അസ്ലിങ് തെളിഞ്ഞു വരും. ഇത് തരൂല കേട്ടാ, നിന്റെ അസ്ലി ഞാൻ അതുമാന്ന്, ഇത് നിനക്ക് തരൂല, ഈ വുജൂദ് തരൂല. അൽ വുജൂദ് എന്നുള്ള വുജൂദ്. അതുകൊണ്ട് ഫമൻ റഅൽ കൗന, ഒരാള് കൗനിനെ കണ്ട്, അല്ല ശൈഅം മിന്നു. ഇവിടെ കൗന് എന്ന് പറഞ്ഞാൽ കൗന മുഴുവനും കാണലല്ല, അവന്റെ ശ്രദ്ധ ഏതെങ്കിലും ഒന്നിൽ പതിഞ്ഞു അർത്ഥം ഉദ്ദേശിക്കുന്നുള്ളൂ. പക്ഷേ വലം യശ്ഹദുഹു ഫീഹി, ആ കൗനിൽ അള്ളാഹുവിന്റെ മുക്കബിനായ ആരുണ്ടാക്കിയിട്ടില്ല? വുജൂദുൽ ഹക്കിനെ ശുഹൂദാക്കിയിട്ടില്ല. ആ ശുഹൂദാകുന്ന രീതി ഒന്നിക്കൽ ഫീഹി ആവണം, ഔ ഇൻദഹു ആകണം, ഔ ഖബ്ലഹു ആകണം, ഔ ബഅദഹു ആകണം. 4 തരത്തിലുണ്ട്. ഈ 4 തരത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു ശുഹൂദ് അവനിക്കില്ലേ? ഒന്നുമില്ല. ഫഖദ് അഅബസഹു, എന്നാൽ അവന് നഷ്ടപ്പെട്ടത് തന്നെയാണ് വുജൂദുൽ അൻവാർ. അൽ അൻവാറിന്റെ വുജൂദ് അവന് നഷ്ടപ്പെട്ടത് തന്നെയാണ്. ഇവൻ ഇരുട്ടത്ത് തന്നെയാണ് കഴിഞ്ഞുകൂടുന്നത്. കൗനിനെ കാണുന്നുള്ളൂ. കൗന മുഖേന ആരെ കണ്ടില്ല? ഫീഹിയായിട്ടും കണ്ടില്ല, എന്തുവായിട്ടും കണ്ടില്ല, കബുലഹുല്ല, ബാദഹുല്ല. അത് പല നിലപാടുകാരുണ്ട്. ഏതില അൻവാറാണ്? അൽ അൻവാറുൽ ഇലാഹിയത്തായ അൻവാർ അവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. എങ്ങനെയുള്ള അൻവാറുൽ ഇലാഹിയത്താണ്? ഇദുരിക ബിഹാ മുശാഹദത്തുല്ലാഹി, അള്ളാഹുവിന്റെ മുശാഹദ അതുകൊണ്ടാണ് കിട്ടേണ്ടത്. ഏത് മുശാഹദ? അലാ അയ്യി വജ്ഹിൻ മിനൽ വുജൂഹിൽ മദ്കൂറത്തി, മേൽ പറയപ്പെട്ട 4 വജ്ഹ് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ? ഫീഹി ഇൻദഹു ഖബ്ലഹു ബഅദഹു. ഈ പറയപ്പെട്ട ഏതെങ്കിലും വജ്ഹിൽ കൂടിയുള്ള മുശാഹദ കിട്ടാനുള്ള അൻവാർ അവനില്ല. കാരണം കിട്ടിയതായി കാണുന്നില്ല.
വഹുജിബത്ത് അൻഹു ശുമൂസുൽ മആരിഫി, മആരിഫുകളാകുന്ന ശുമൂസുകൾ അതെന്താക്കി മാരിഫത്തിന്റെ ശംസുകളോട് തസ്ബീഹാക്കിയിട്ടുണ്ട്. ആ ശംസ് മഴക്കാറ് മുഖേന എന്താക്കി മറഞ്ഞു പിരിക്കുകയാണ്. അൽ മആരിഫുല്ലത്തി കശംസു, അത് മറഞ്ഞുപോയി ബി സുഹബിൽ ആസാർ, ആസാറുകൾ ഏതാ ഈ കായിനാത്താകുന്ന ആസാറുകളാകുന്ന മറക്കാത് കൊണ്ട് മൂടപ്പെട്ടിരിക്കുകയാണ്. ബിൽ ആസാരി, ആസാറാകുന്ന സുഹബ് എന്ന് പറഞ്ഞാൽ എന്താ? മേഘത്തിനോട് തശ്ബീഹാക്കി ആസാറിനെ. സൂര്യനെ മേഘങ്ങൾ മറയാറുള്ളതുപോലെ ആസാർ അതാ വഹിയൽ അക്വാനുല്ലത്തി കസ്സുഹബി. സുഹബ് എന്നുള്ളത് ജംഉ സഹാബ്, സഹാബിന്റെ ജംആ മേഘം. അതെന്താ? ബി ജാമിഇ അന്ന കുല്ലൻ, ആ തസ്ബീഹാക്കാനുള്ള കാരണം മേഘങ്ങള് സൂര്യനെ തടയും എന്നതുപോലെ അക്വാനുകൾ അല്ലാഹുവിന്റെ അൻവാറിനെയും തടയും. അന്ന കുല്ലൻ യഹ്ജിബു മാ വറാഅഹു, അതിന്റെ പിന്നിലുള്ള എന്താണോ അതിനെ തടയുന്നത് കൊണ്ട്. വാശാർ അൽ മുസന്നിഫു റഹ്മഹുല്ലാ, ഇതുകൊണ്ട് ഇശാറത്താക്കിയത് ബിദാലിക ഇഖ്തിലാഫി അഹ്വാലി അർബാബിൽ മുശാഹദത്തി, മുശാഹദത്തിന്റെ അഹ്ലുകാരുണ്ടല്ലോ അവരുടെ അഹ്വാലുകൾ അവരുടെ സുഹൂദിൽ എന്തുണ്ട് 4 തരക്കാറുണ്ട് എന്നാണ് കാണിച്ചത്. ഫീഹി ഇൻദഹു ഖബ്ലഹു ബഅദഹു എന്ന് പറഞ്ഞത്. അതാ ഫമിൻഹും മൻ യുസാഹിദുൽ മുകബ്ബിന ഖബിലൽ അക്വാൻ, അക്വാനിനെ കാണുന്നതിന് മുമ്പായിട്ട് തന്നെ എന്തുണ്ടാകും? മുക്കബിന്റെ മുശാഹദ ചെയ്യുന്ന ആളുണ്ടാകും. കാണുമ്പോ തന്നെ ഇതങ്ങോട്ട് മറന്നു, മുക്കബിന്റെ ഓർമ്മ വരും. അപ്പോൾ അവന്റെ ബസർ പതിഞ്ഞുന്നിരിക്കട്ടെ ഏതെങ്കിലും വസ്തുവിന്റെ മേലിൽ. ഏത് വസ്തുക്ക? ഹയവാനിൻ, ഹയവാനെന്തോ. ഷാഹദ ഖിയാമൽ ഹഖ് ബിഹി, ഉടനെ ഹഖ് തആലയുടെ ഖിയാമിനാണ് മുശാഹദാക്കുന്നത്. ഉളുഹൂരിഹി ഫീഹി വഅന്നഹുൽ മുഹദ്ദിഖു വൽ മുസക്കിനു ലഹു, ആ കാണപ്പെട്ട ശൈഉണ്ടല്ലോ അതിന്റെ മുഹർരിക്കും മുസക്കിനും എല്ലാം അല്ലാഹു. അതിൽ ഇത്തരത്തിലുള്ള പണിത്തരാക്കി വെച്ചത് എല്ലാം അല്ലാഹുവിന്റെ അതങ്ങോട്ട് കാണും. ഖബലൻ യഖ്തുറ ലഹു ഖൗലുഹു ആദമിയൻ ഔ ഷാതൻ തവീലൻ ഔ ഖസീറൻ. അപ്പൊ സാധനം കാണുമ്പോഴേക്ക് തന്നെ അതിന്റെ പകിട്ടൊന്നുകൂടെ നോക്കിയില്ല. ഇത് ഹയവാൻ എന്തോ ആയിക്കോട്ടെ, എന്തിനുണ്ടല്ലോ അത്. അപ്പൊ ഇത് ആദമിയാണോ അല്ല പാമ്പാണോ താളാണോ എന്നുള്ള തഫ്സീലിലേക്കൊന്നും കടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ അതിൽ കാണാനുള്ള അപ്പം തന്നെ അങ്ങോട്ട് കണ്ടു കഴിഞ്ഞു. ചിലപ്പോൾ ഈ സാധനത്തിന്റെ വിശദീകരണം കിട്ടിയതിന് ശേഷം ആയിരിക്കും അതിലുള്ള ഹക്കായിക്കളും തക്കായിക്കളും ഇവർക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹുവിന്റെ ഹയവാനൻ, ഹയവാനായി കഴിഞ്ഞു എന്നിട്ടോ അതിന് ശേഷം എന്താക്കും? അതിലെന്തെല്ലാം ഹിക്മത്തുകളുണ്ട്. ആട്ടിലില്ലാത്ത എന്തെല്ലാം മനുഷ്യനിലുണ്ട്, മനുഷ്യനില്ലാത്ത എന്തെല്ലാം കോയിലുണ്ട്. ഇതിങ്ങനെ വിശദിക്കുന്നു. ഫീഹി, അതിനായിക്കൊണ്ട് തന്നെ മുശാഹദ നടത്തുന്ന ആളുകളുണ്ട്. തഖദ്ദുമും തഅഖറുമില്ല, അതിൽ തന്നെ. അതാണ് മഅയ്യത്ത് മുത്തസിൽ എന്ന് പറയുന്നത്. വഹുവ ലർഫും മുത്തസഉ, നേതരത്തിൽ ആ വസ്തു ഒരു വിശാലമായി കിടക്കുന്ന ലർഫായിക്കൊണ്ട് ഇതിന്റെ മുശാഹദന്റെ മഹല്ല് തന്നെ അതാണ്. വഹാദ, ഈ പറഞ്ഞതെല്ലാം തഖരീമുൽ അഫ്ഹ, മനുഷ്യന്റെ ഫഹമിനെ അടുപ്പിച്ചു കൊടുക്കാൻ മാത്രമേ ഉള്ളൂ. വഇല്ല ഫഹാദ അംറു ലാ യുദ്റകു ഇല്ലാ ബിദ്ദൗഖ്, അനുഭവിച്ചറിഞ്ഞ് ദൗഖ് കൊണ്ടല്ലാതെ ഇത് ഇദ്റാക്ക് സാധ്യമല്ല. ഒരു പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന മാത്രമേ ഉള്ളൂ. വമാ കാന കദാലിക, ദൗഖ് കൊണ്ട് മാത്രം തിരിയേണ്ടുന്നൊരു കാര്യം തഖസുറു അൻഹുൽ ഇബാറത്തു, ഇബാറത്ത് എത്ര പറഞ്ഞാലും അത് പോരായ്മയുള്ള കാര്യം തന്നെയാണ്. അത് ശരിയാ സുലൂക്ക് നടത്തിയിട്ട് മുശാഹദ അനുഭവിച്ചോളുക എന്ന് അവർ പറയുന്നു. മിമ്മാ യദുല്ലുക അലാ വുജൂദി ഖഹരിഹി സുബ്ഹാനഹു അൻ ഹദബക അൻഹു മാ ലൈസ ബിമൗജൂദിൻ മഅഹു. മിമ്മാ യദുല്ലുക അലാ വുജൂദി ഖഹരിഹി സുബ്ഹാനഹു വതആല, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഖഹരിയത്ത് ഇവിടെ നടക്കുന്നുണ്ട് എന്നതിന്റെ മേൽ അറിയിക്കുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ്. അതിന്റെ ദലീലാണ് അൻ ഹജബക, അല്ലാഹു തആല നിന്നെ ഹിജാബാക്കി, അൻഹു അല്ലാഹുവിനെ തൊട്ട് ഹിജാബാക്കി. അപ്പൊ നിന്നെ ഹിജാബാക്കി എന്ന് പറയണമെങ്കിൽ ഹിജാബുള്ള ആളോടല്ലേ പറയാൻ പറ്റുള്ളൂ. അതാണ് ഖിതാബുൽ ആമത്തുൻ നാസിനോടാണ് മൊത്തം ഖിതാബാക്കുന്നത്. ഹിജാബ് ഇല്ലാത്ത ആളോട് ഓനിക്ക് വിചാരിക്കാൻ അന്നുണ്ട് ഹിജാബാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടാ ഹിജാബ് ഇട്ടത്? ബിമാ ലൈസ ബി മൗജൂദിൻ മഅഹു, അല്ലാഹുവിനോടൊപ്പം മൗജൂദാവാത്ത ഒരു സാധനം കൊണ്ടെന്താക്കി നിന്നെ ഹിജാബ് ഇട്ട് കളഞ്ഞു. വളരെ നിസ്സാരമായ സാധനം കൊണ്ട് ഹിജാബാക്കി. അള്ളാഹുവിനോടൊപ്പം മൗജൂദാന്ന് പറയാൻ കൊള്ളാത്തൊരു സാധനം പിടിച്ചിട്ട് അള്ളാഹുവിനെ തൊട്ട് നിന്നെ ഹിജാബാക്കി. അതൊരു അജബ് തന്നെയല്ലേ. ഇവിടെ നോക്കറാ, ശത്രുക്കളെ തടയാൻ പര്യാപ്തമാവാത്ത ഒരു സാധനമല്ലേ ചെലന്തി വല. ഈ ചെലന്തി വല കൊണ്ടല്ലേ 6 ദിവസം ഹിജാബ് ഇട്ടത്.
അത് അള്ളാഹുവിന്റെ ഏറ്റവും പ്രതിരോധത്തിന്റെ ഏറ്റവും കഠിനമായ ശക്തിയിൽ കാണിച്ചത്. കൈകൊണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ പറന്നാളെന്ന കാട്ടുപുറാവിനെ ഒന്ന് കാവൽ നിർത്തി ഇയാളെ നിൽക്കുന്നു അതിന്റെ ഹബീബിനെ കാത്തോന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ കഹരിയത്തിന്റെ ഏറ്റവും വലിയ ദലീലാക്കണം. കാക്കാൻ പറ്റാവുന്ന സാധനത്തിനെ കൊണ്ടാണ് കാത്തതെങ്കിൽ അതിന് ചെറിയ ഹൗലും കുപത്തുണ്ടെന്നെങ്കിൽ ആരെങ്കിലും കണ്ടേക്കും. ഏറ്റവും വലിയ ജീവി വെറും പഠിക്കണ്ട കൊടുത്തിട്ടായിരിക്കും എന്താ പറയുന്നത്, നീ ഇവിടെ യുദ്ധം ചെയ്തു. പക്ഷെ ആ പോകാൻ വന്ന യുദ്ധവും തമ്മിൽ ഇതിന് ഒരു ശക്തി ഉണ്ടാവില്ല. പക്ഷെ അതിലെന്താക്കണം, അവന്റെ കഹരിയത്തിന്റെ ആ മഹിമ കാണിച്ചു തരണം. 313 അല്ലെങ്കിൽ 400 താഴെ ആളെ കൊണ്ടാ പറയുന്നത് അവിടെ പോയി പടപരുതിക്കുമെന്ന്. അള്ളാഹുവിന്റെ കഹരിയത്തിന്റെ ദലീലല്ലത്. ഇവരെ ജയിച്ചെടുക്കാൻ പോലുള്ള ശക്തിയും അവരിൽ നിന്ന് പിൻവലിച്ചു കളഞ്ഞൊന്നല്ല അവിടെ അറിയിച്ചത്. അതുപോലെ തന്നെ ഇതും അള്ളാഹുവിന്റെ കൂടെ മോജൂദാണെന്ന് വസ്ഫ് പറയാൻ പറ്റാത്ത ഒരു സാധനത്തിന് മുഖേനയാണ് നിന്നെ ഹിജാബിട്ടത്. എന്താ ഇത്തഫക്കത്ത് മക്കാലാത്തുൽ ആരിഫീന, ആരിഫീങ്ങളുടെ മക്കാലാത്ത് മുഴുവനും ഒത്തുകൂടിയിട്ടുണ്ട്. വൈഷാറാത്തുഹും അവരുടെ ഇഷാറാത്തുകളും. ഇഷാറാത്ത് എന്ന് പറയുമ്പോൾ തുറന്നു പറയാത്ത രീതിയിലുള്ള സംസാരത്തിന്റെ ഇഷാറാത്ത് ഉണ്ടാവുമല്ലോ, അത് മവാജീദ് എന്നായ സ്വരം അനുഭവിച്ചറിഞ്ഞ അനുഭവങ്ങളാണ് ഇത് മവാജീദ്. എല്ലാം ഇത്തിഫാക്കണമെന്നില്ല. അനുഭവിച്ചറിഞ്ഞതും അതിലേക്ക് ഇഷാറത്താക്കിയതും അവർ വ്യക്തമായി പറഞ്ഞതും എല്ലാം ഇത്തിഫാക്കാണ്. അലാമാതുക്കിറ മുമ്പ് പറഞ്ഞ ഈ മക്കാലത്തിന്റെ മുകളിൽ എന്ത് അള്ളാഹുവിനോടൊപ്പം മോജൂദാണെന്ന് പറയാൻ പറ്റാത്തൊരു സാധനത്തിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിന്നെ ഹിജാബ് ഇട്ടിരിക്കുന്നു. എന്ത് മീൻ അന്നമാസി വല്ലാഹി തആല അതുമും മഹ്ദൂദ്, അള്ളാഹു തആല ഒഴികെയുള്ള മുഴുവനും അതുമും മഹ്ദാണ്. എന്നലക്ക് മിൻഹൈദ് ദാത്തുഹു അതിന്റെ ദാത്തിലേക്ക് നോക്കിച്ച് ലാ യൂസഫ് ബി വുജൂദിൻ ഒരു തരത്തിലുള്ള വുജൂദ് കൊണ്ട് വസ്ഫ് പറയാൻ പറ്റൂല. മഅല്ലാഹി തആല അള്ളാന്റെ വുജൂദിലേക്ക് ചേർത്ത് നോക്കിയാൽ. ഖാല ബഅദുൽ ആരിഫീങ്ങൾ പറഞ്ഞു അബൽ മുഹഖിഖൂന യശ്ഹദൂ ഗൈറല്ലാഹ്, മുഹഖിഖീങ്ങൾ വിസമ്മതിച്ചിരിക്കുന്നു അല്ലാഹു അല്ലാത്തതിനെ ശുഹൂദാവലിനെ വിസമ്മതിച്ചിരിക്കുന്നു. കാരണം ലിമാ ഹഖഖഹും ബിഹി മിൻ ശുഹൂദിൽ ഖയ്യൂമിയ്യത്തി വൈദാമത്തി ദൈമൂമിയ്യ, ലോകത്തിലുള്ള എല്ലാ വസ്തുക്കൾക്കൂടെയും ഖയ്യൂമാണ് അല്ലാഹു തആല. അതായത് ഇല്ലായ്മയിൽ നിന്നുണ്ടാക്കിയിട്ട് വേണ്ട വസ്തുക്കൾ വേണ്ടതിന് വേണ്ട കതിരനുസരിച്ച് വേണ്ടപ്പോൾ വേണ്ട വിധം ഇങ്ങനെ കൊടുത്തിട്ട് അതിനെങ്ങനെ നിലനിർത്തുകയാണ് ഓരോ ആനിലും. അതാണ് ഖയ്യൂമിയ്യത്ത്. ആ ഖയ്യൂമിയ്യത്തിന്റെ ശുഹൂദ് കൊണ്ട് അവർ അല്ലാഹു തആല തഹ്ഖീഖാക്കി കളഞ്ഞിട്ടുണ്ട്. അതുപോലെ ദൈമൂമിയ്യത്തും ആ ശുഹൂദിയ്യത്തിന്റെ ലാസിമത്തിന്റെ ഖയ്യൂമിയ്യത്തിന്റെ ഉള്ളത് തന്നെയാണ് ദൈമൂമിയ്യത്ത്, ദായിമിയായിരിക്കല്. അതാണ് ആ മാഹക്കന്റെ മാന്റെ ബയാനാണ് മിൻ ശുഹൂദിൽ ഖയ്യൂമിയ്യത്ത്. അതുകൊണ്ട് അവർ അന്ന് ശർദ പതിമ ഗൈറുല്ലാന ഷാഹിദാകുന്ന പ്രശ്നമേ ഇല്ല. വമഅകൗനി മാദുക്കിറ, അപ്പോൾ ഈ മാദുക്കിറത് മാസിവല്ലാഹി തആല മാദുക്കിറ അതും മഹദ്, അതുമൻ മഹദായതോടൊപ്പം തന്നെ ബഹു ഹിജാബൻ അനില്ലാഹി തആല അല്ലാഹനെ തൊട്ട് ഹിജാബായിട്ട് നിൽക്കുന്നുണ്ട്. ഫഇന്നന്നാസ ജനങ്ങൾ ലാ യശ്ഹദൂന ഇൻദ നദറിഹിം ലിൽ അക്വാനി, അക്വാനിലേക്ക് നോക്കുന്ന അവസരത്തിൽ അവർ കാണുന്നില്ല ഇല്ലാഹിയ അക്വാനിലെ അല്ലാതെ കാണുന്നില്ല. അപ്പൊ അതും മഹദായ അക്വാനല്ലാണ്ട് അവർ കാണുന്നില്ല. വലാ യശ്ഹദൂന മുകബ്ബിനഹ, നിന്നെ മുകബ്ബിന ആരാണെന്ന് അവർ കാണുന്നില്ല. ഏതോടൊപ്പം മഅന്നഹ ലാ വജൂദ ലഹാ, അക്വാനിന് സ്വന്തമായ വജൂദില്ലതാണ്. വൽ വജൂദ് ഇന്നമാ ഹുവ ലഹു സുബ്ഹാനഹു വ തആലാക്ക് മാത്രമാണ് അൽ വജൂദ് ഉള്ളത്. ഫഹാദാ ഇതാണെങ്കിലോ മിമ്മാ യഖ്ലി മിൻഹുൽ അജബ്, അജബ് പൂർത്തിയാക്കി പറയേണ്ട കാര്യത്തിൽപ്പെട്ടതല്ലേ. ശരിയായ അൽ വജൂദിനെ തടയാൻ വജൂദ് ഇല്ലാത്തൊരു സാധനം കാരണമായി മാറുക. നമ്മി നോമ്പാക്കിയിട്ടില്ല. അതാണ് മൂപ്പർ അജബ്. വല്ലാത്തൊരു അജബ് തന്നെയാണ്. സുമ്മ ദക്കറ, ഇനി മുസന്നിഫ് റളിയല്ലാഹു അൻഹു പറയുന്നു അതില്ലത്തൻ കുറെ ദലീലുകളെ. എങ്ങനത്തെ ദലീല്? തദുല്ലു അലാ അന്നഹു ലാ യംബഗി അൻ യഹ്തജിബ ബിതിൽകൽ അക്വാൻ വ അന്നൽ ഇഹ്തിജാബ ബിഹാ ഇന്നമാ ഹുവ ലിൽ അവാം. തദുല്ലു ആ ദലീലുകൾ അറിയിക്കും അലാ അന്നഹു ലാ യംബഗി അൻ യഹ്തജിബ
ഇഹ്തിജാബാക്കപ്പെടൽ പറ്റാത്തതാണ് ബിത്തിൽക്കൽ അക്വാൻ. ഈ അക്വാൻ മുഖേന ഇഹ്തിജാബാക്കപ്പെടൽ മറഞ്ഞു കിടക്കാൻ പറ്റാത്തതാണ് എന്ന് മൂപ്പർ വെച്ച് തീർന്നു. വഅന്നൽ ഇഹ്തിജാബ ബിഹ, ഈ അക്വാനുകളെ കൊണ്ടുള്ള ഹിജാബ് സിദ്ധിക്കലോ ഇന്നമാഹുലിൽ അവാം, അവാമിന് മാത്രമേ ഉള്ളൂ എന്നും മൂപ്പർ തെളിയിക്കാനാവുന്നു. കൈഫ യതസവ്വറു അൻ യഹ്ജുബഹു ശൈഉൻ വഹുവ അല്ലദീ അൽഹറ കുല്ല ശൈഇൻ എന്ന് മൂപ്പർ ചോദിച്ചു. കൈഫ യതസവ്വറു, എങ്ങനെയാണ് തസവ്വുറാക്കല്? തസവ്വുറാക്കിയതിന് ശേഷമല്ലേ അക്കീദുറപ്പിക്കല്, പിന്നല്ലേ പറയല്. തസവ്വുർ തന്നെ ആകുന്നില്ല. അൻ യഹ്ജുബഹു, അല്ലാഹുവിനെ ഹിജാബാക്കാൻ, ശൈഉൻ, ഒരു ശൈഉൻ. എത്തരത്തിൽ? വഹുവ, അവനാണല്ലോ അൽഹറ കുല്ല ശൈഇൻ, കുല്ലു ശൈഇനെയും ഇൽഹാറാക്കിയത് അവനല്ലേ. അങ്ങനെയുള്ള വസ്തു എങ്ങനെയാണ് ഇവനെ ഹിജാബാക്കുക? ഈ വസ്തുവെല്ലാം അവനെ ഇൽഹാറാക്കുക, ആ വസ്തുക്കളെ ഇൽഹാറാക്കുക, ആ വസ്തു ഇവനെ ഹിജാബാക്കുക. അതെങ്ങനെ ഉണ്ടാകില്ല? ഇൽഹാറാക്കിയ സാധനത്തിനെ മറ്റേ സാധനം പിടിച്ചിട്ട് ഹിജാബാക്കുക എങ്ങനെ നടക്കൂ? എങ്ങനെ ഇൽഹാറാക്കി? ബിമാ അശറക അലൈഹിം മിൻ നൂറിൽ വുജൂദ്, അള്ളാഹുവിന്റെ വുജൂദിന്റെ നൂറിൽ നിന്ന് അതിന്റെ മേലെ കത്തിജ്വലിപ്പിച്ചിട്ടാണ് മറ്റേനിക്ക് ഇൽഹാറാക്കിയ സൂറത്താ പറഞ്ഞത്. വഖദ് കാന ഫീ ദുൽമത്തിൽ അദമി, ആ ശൈഅെല്ലാം അദമിന്റെ ദുൽമത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. കമാ തഖദ്ദമ, അത് മുമ്പ് പറഞ്ഞു. ഫബി ദുഹൂരിഹി ഫിൽ അശിയാഇ ലഹറത്, അപ്പൊ എല്ലാ അശിയാക്കളിലും അള്ളാഹുവിന്റെ ദുഹൂർ കൊണ്ടാണ് ആ അശിയാ ലാഹിറായത്. എന്നിട്ടോ ഈ അശിയായിനൊക്കെ ലാഹിറാക്കാൻ അവരുണ്ടാകുക. ഈ അശിയാക്കളൊക്കെ പിടിച്ചിട്ട് അള്ളാഹുവിനെ എന്താക്കണ? മഹജൂബാക്കുക. അതെങ്ങനെയാണ്? വൈദാക്കാന ദുഹൂറുൽ അശിയായി, അപ്പോൾ അശിയാക്കളുടെ ദുഹൂറായി മുതവക്കഫൻ അലൈഹി, അള്ളാഹുവിന്റെ ദുഹൂറിന്റെ മേലെ മുതവക്കഫാണ്. അപ്പൊ ഫയസ്തഹീലു അൻ തഹജുബഹു, അപ്പോൾ ഈ അശിയാക്കള് അള്ളാഹുവിനെ ഹിജാബാക്കൽ മുസ്തഹീലാണ്. എന്നിട്ടോ ഹത്താ യകൂന ഖഫിയൻ, എന്നിട്ട് അള്ളാഹു തആല ഖഫിയാവുകയും മറ്റേത് ലാഹിറാവുകയും ചെയ്യുക. നേരെ തലതിരിച്ചാകുക. നേരത്തെ അത് ഖഫിയായിരുന്നു, ഖഫിയായിട്ട് അതുമ മഹലായിരുന്നു. എന്നിട്ട് അള്ളാഹുവിന്റെ ദുഹൂർ ഇങ്ങനെ വന്നിട്ട് അത് മൂത്ത് 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 അത് ലാഹിറാവുകയും അള്ളാഹ് ഖഫിയാവുകയും ചെയ്യാൻ നേരെ തലതിരിച്ചിട്ട്. അപ്പൊ എന്തായി? തടിമരത്തിനാക്കാണ് വലിയ കൊമ്പ് എന്ന് പറഞ്ഞ മാതിരി ചെയ്യില്ലത്. അത് ചെറിയ കച്ചവടത്തിലുണ്ടാവും. മുതലാളി അയ്യനെ കച്ചവടം ചെയ്ത് 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 മുതലാളിനെ പിടിച്ച് കീഴടക്കിയിട്ട് മുതലാളിനെ ഒരൊറ്റ ഉണ്ട് ലൈസൻസ് അല്ല ഇവന്റെ പേരിലാക്കിയിട്ട്. പക്ഷെ ഇവിടെ മുതലാളി സാധാരണ മുതലാളിയല്ല, ഇതല്ല. ഫൈനൽ ഇൽഹാറ ഇന്നമാ യുഫീദു ദുഹൂറൽ മുദ്ഹിരി ലാ ഖഫാഅഹു, ഇൽഹാർ എന്ന പണിയുണ്ടല്ലോ അത് മുദ്ഹിറിന്റെ ദുഹൂറിനെയാണ് ഫായിദ് വപ്പിക്കൽ എന്നാണ്. ദുഹൂർ ഈ മുദ്ഹിറിനെ പിടിച്ചിട്ട് മറച്ചു വെക്കാനുള്ള ഉണ്ടാക്കി തെറ്റല്ല വേണ്ടത്. ഇനി രണ്ട് ഒരു ദലീലാ പറഞ്ഞത്. ചോറും കൊബരിയും കൂട്ടിട്ട് അപ്പുറം എത്തി ചോർപ്പിടിച്ച എന്തെങ്കിലും ഒരു വസ്തു അള്ളാഹുവിന് ഹിജാബാക്കൽ എങ്ങനെയാണ് തസവ്വുറാക്കുന്നത്? വഹുവല്ലദീ ലഹറ ബികുല്ലി ശൈഇൻ, വഹുവ അല്ലാഹു ആണല്ലോ ലഹറ ബികുല്ലി ശൈഇൻ, എല്ലാ കുല്ലി ശൈഉൻ ലാഹിറായി. എന്ന് വെച്ചാലോ ഹസ്തദല്ല അലൈഹിൽ മുസ്തദില്ലൂന ബിൽ അശിയാ, ഹസ്തദല്ല അലൈഹി അള്ളാഹുവിന്റെ മേൽ ദലീല് പിടിച്ചു. ആര്? അൽ മുസ്തദില്ലൂന, ദലീല് പിടിച്ചുകൊണ്ട് അള്ളാഹുവിനെ കണ്ടുപിടിക്കാൻ ആഗ്രഹിക്കുന്ന ആളുണ്ടാവുമല്ലോ, ഇസ്തദലാലിന്റെ ഹലുകാര്. അവര് ബിൽ അശിയാ, അശിയാക്കൾ മുഖേന ദലീല് പിടിച്ചിട്ടുണ്ട് അതിന് വേണ്ടി. കമാ ഖാല അല്ലാഹു തആല സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖി വഫീ അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. ഇതൊരുപാട് വിശദീകരിച്ച ആയത്തുകളാണ്. നമ്മുടെ ആയാത്തുകളെ ആഫാഖിൽ, ഭൂമി ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും കാണിച്ചു കൊടുക്കും, അവരുടെ സ്വന്തം ശരീരത്തിലും കാണിച്ചു കൊടുക്കും. എന്തിന്? അല്ലാഹു തആല എന്നത് ഹക്കാണ് എന്നവർക്ക് തിരിയട്ടെ. ദലീല് പിടിക്കാൻ ആവശ്യമായ ദലീലുകളായി കാണിച്ചു കൊടുക്കും. വദാലിക, അതെന്താണ്? ലിഅന്നൽ അസറ യദുല്ലു അലൽ മുഅസ്സിരി, ഒരു അസർ കണ്ടാൽ മുഅസ്സിറിന്റെ മേലെ ദലീല് പിടിക്കാറുണ്ടല്ലോ. വയഉറഫ ബിഹി വയുറഫ ബിഹി വയുറഫു, മുഅസ്സിറിനെ മനസ്സിലാക്കാൻ കഴിയും ബിഹി, അസർ മുഖേന. ഇത് ഫഹാദാ മഖാമുൽ മുസ്തദില്ലീന ദുഅഫാ, ദുഅഫാക്കളായ ദലീല് പിടിച്ച് മുന്നേറുന്ന ആരുടെ മഖാമാണ് ഈ പറഞ്ഞത്. ഇനി കൈഫ യതസവ്വറു അൻ യഹ്ജബഹു ശൈഉൻ, ഒരു ശൈഇ അല്ലാഹുവിനെ എങ്ങനെയാണ് ഹിജാബാക്കൽ? വഹുവല്ലദീ ലഹറ ഫീ കുല്ലി ശൈഇൻ, ഫീ കുല്ലി ശൈഇൻ അല്ലാഹു തആല ലാഹിറായിട്ടുണ്ടല്ലോ. എങ്ങനെ ലാഹിറായി? ബിദാത്തിഹി, ദാത്ത് കൊണ്ട് ലാഹിറായി എന്ന് ആര് പറയുന്നു? കമാ യഖൂലു അഹ്ലുശ് ശുഹൂദ് പറയുകയാണ്. ശുഹൂദിന്റെ അഹലുകാർക്ക് ആ ദാത്തിന്റെ ആ ശുഹൂദ് ഉണ്ടായി കിട്ടുള്ളൂ.
അഷ്യാക്കളെ കാണുന്ന അവസരം ദാത്തിന്റെ ദുഹൂറുണ്ട്. ദാത്തിന്റെ ശുഹൂദോടുകൂടി തന്നെ ഈ ശയ്യം കണ്ട പറ്റങ്ങോട്ട് മറന്നുപോയി, പിന്നെ കാണാനില്ല, പിന്നെ ഷെയറോ മുമ്പിലുണ്ടാവില്ല. മുസ്തദല്ലീങ്ങൾക്ക് എന്തുണ്ട്? ആത്താറും മസറും വേറെ വേറെ നിൽക്കുന്നുണ്ട്. ഔ ബി മഹാസിനി സിഫാത്തിഹി വ അസ്മാഇഹി, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മേത്തനം സിഫാത്ത് കൊണ്ടും അസ്മാവ് കൊണ്ടും നിൽക്കുന്നുണ്ട്, ശുഹൂദാവും ലാഹിറായിട്ടുണ്ട് എന്നായിരിക്കും പറയാക്കമായക്കുൽ അഹ്ലുൽ ഹിജാബ്. ഈ ശുഹൂദിന്റെ ഹരികാര താഴെയുള്ള ഹിജാബിന്റെ ഹരികാരുണ്ടല്ലോ, ഓർക്കതാ പറയാനുണ്ടാകും. അസ്മാവ് കൊണ്ടായിരിക്കും ആദ്യം, സിഫാത്ത് കൊണ്ടായിരിക്കും പിന്നീട്. ആടിന് തർത്തീബുണ്ട്. ഇത് ദാത്തിന്റെ ഹരികാർക്ക് ദാത്തിയായ ശുഹൂദ് ഉണ്ടാകുന്ന ഹരികാരുണ്ടാവുമല്ലോ. അതെ, ദാത്തിയായ ശുഹൂദ് പറഞ്ഞു. മറ്റേത് ശുഹൂദ് തന്നെ, പക്ഷെ ദാത്തിലേക്ക് ചേർത്ത ഹിജാബാണല്ലോ. ഏതോടെ അഫ്ആലിൽ ശുഹൂദുണ്ട്, അസ്മായിൽ ശുഹൂദുണ്ട്, സിഫാത്തിൽ ശുഹൂദുണ്ട്, ദാത്തിൽ ശുഹൂദുണ്ട്. തർത്തീബ് എണ്ണിയാൽ അഫ്ആലാണ് ആദ്യം ഉണ്ടാകല്. പക്ഷെ ദാത്തിലേക്ക് ചേർത്തിട്ട് ശേഷമുള്ള 3 ശുഹൂദാന്നൂർ പറയുന്നേ ഇല്ല. അപ്പൊ മേലെ കിടക്കാറ് താലിന് ഹിജാബ് എന്നേ പറയുള്ളൂ. ഏതുപോലെ അഫ്ആലിന്റെ ശുഹൂദ് വന്നാൽ അക്വാനാക്കാണ ശുഹൂദ് ഉണ്ടായിട്ടുണ്ട്, അക്വാന്റെ ഹരികാർ ഓർ പറയും ഹിജാബ്. അഫ്ആല് വിട്ടിട്ട് എന്താക്കി അസ്മായിലേക്ക് കടക്കാറുണ്ട്, സിഫാത്തിന്റെ ഇടയിൽ. അസ്മായ കടന്നതിന് ശേഷം അസ്മായ ശുഹൂദ് ഉണ്ടാകുമ്പോൾ അഫ്ആൽ ഹിജാബ് എന്നാ പറയല്. അപ്പൊ മേലെ കടയിലേക്ക് ചോർത്തിട്ട് ശേഷമുള്ളതിനൊക്കെ ഒരു ശുഹൂദിനെ എതിരേറ്റേ പറയുള്ളൂ. അപ്പൊ അഹ്ലു ശുഹൂദ് എന്ന് പറഞ്ഞാൽ ദാത്തിന്റെ ശുഹൂദുകാർക്ക് അങ്ങോട്ട് വെച്ചാൽ തീർന്നല്ലോ. കമാ യഖൂലുഹു, ദാത്തിന്റെ ദുഹൂദ് കൊണ്ട് അവർ പറയും. ആര്? അഹ്ലു ശുഹൂദ്, ദാത്തിന്റെ ശുഹൂദിന്റെ അഹ്ലുകാർ. അഹ്ലു ശുഹൂദ് ദാത്തിയ്യ എന്നൊരു അൽഫിലാമിന് അങ്ങനെ കൈത് കൊടുത്ത ആ പ്രശ്നം തീർന്നല്ലോ. ഔ ബി മഹാസിനി സിഫാത്തിഹി, അതിന് തൊട്ടടുത്ത പടിയാണ് സിഫാത്തിന്റെ ഇത്. അതിന്റെ താഴെയാണ് അസ്മാവ്, അതിന്റെ താഴെയാണ് അഫ്ആലുകള്. അപ്പൊ സിഫാത്തും അസ്മാവ് ഒറ്റ മർത്തബയിലല്ല. അത് മൂപ്പർ തന്നെ ഹക്കീമിൽ പറഞ്ഞു. തല്ലബി വുജൂദി ആസാരിഹി അലാ വുജൂദി അഫ്ആലിഹി എന്ന് പറഞ്ഞിട്ട് ഒരു മക്കാൽ ഇതിൽ തന്നെ വരുന്നുണ്ട്. അള്ളാഹുവിന്റെ ആസാറുബ് ഉപയോഗിച്ചുകൊണ്ട് അഫ്ആലുമൽ അറിയിച്ചു, അഫ്ആല് കൊണ്ട് അവന്റെ അസ്മാവുമൽ അറിയിച്ചു, അസ്മാവ് കൊണ്ട് സിഫാത്തുമൽ അറിയിച്ചു. സിഫാത്ത് സ്വന്തം നിൽക്കാത്തത് കൊണ്ട് ദാത്ത് വേണം എന്ന് അറിയിച്ചിരിക്കുന്നു. അപ്പോൾ മഹാസിന് സിഫാത്തിന്റെ മർത്തബ ഒന്ന് വേറെയാണ്, അസ്മാവിന്റെ തൊട്ടടുത്ത മർത്തബയാണ്. കമാ യഖൂലുഹു അഹ്ലുൽ ഹിജാബ് വഫൽ അശിയാഉ കുല്ലുഹാ, അശിയാവ് മുഴുവനും മജാലി വമളാഹിറു ലിദുഹൂരി മആനി അസ്മാഇഹി, അള്ളാഹുവിന്റെ അസ്മാഇന്റെ മഹാനികൾ ദുഹൂറാവാനുള്ള മജാലി. മജാലി എന്ന തജല്ലീന്റെ കേന്ദ്രം. മളാഹിറു തന്നെ തജല്ലി പതിയുന്ന രംഗം നോക്കിയിട്ട് മജാലി എന്ന് പറയും. അതിൽ നിന്ന് മറ്റുള്ള ആൾക്ക് ദുഹൂറാകും എന്നുള്ള നിലക്ക് മളാഹിറു എന്നും പറയും. അപ്പൊ അങ്ങനെ ഇങ്ങോട്ട് പതിയുന്ന നിലപാട് നോക്കിയിട്ടാണ് മജാലി. ആ പതിഞ്ഞതിന് ശേഷം മറ്റുള്ള ആളുകൾക്ക് അതിൽ നിന്ന് പിടിച്ചെടുക്കാൻ കിട്ടുമല്ലോ, അന്നലൊക്കെ നോക്കുമ്പോൾ മളാഹിറു എന്ന് പറയും. അതിലെ തഫാസീലുകൾ അല്ലത്തി ഹിയ തഫാസീലു മആനി, കണ്ട ഇവിടെ പറഞ്ഞല്ല അസ്മാഇന്റെ മആനി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിയ അസ്മാഇകള് തഫാസീലു മഹാനി സിഫാത്തിഹി, കണ്ട സിഫാത്തിന്റെ മഹാനിയുടെ തഫ്സീലുകളാണ് അസ്മാഇകള്. അപ്പം അസ്മാഇന്റെ പിന്നിൽ സിഫാത്തുകൾ ഉണ്ട് എന്നായി. നോക്ക്, ഫയൽഹറു, അതിന്റെ വിശദീകരണതാ. ഫയൽഹറു ഫീ അഹ്ലിൽ ഇസ്സത്തി, ഇസ്സത്തിന്റെ ഹരികാർ നീ കാണുമ്പോൾ ലാഹിറാകുന്നത് കൗനുഹു മുഇസ്സൻ, അല്ലാഹു തആല മുഇസ്സാണ്. കൗനുഹു മുഇസ്സൻ ജലഹറുന്റെ മാനല്ലേ മുഇസ്സാണെന്നുള്ളത് കൊണ്ട്. അപ്പൊ മുഇസ്സ് എന്നുള്ളത് അസ്മാതാണ്. മുഇസ്സ് അള്ളാഹുവിന്റെ ഇസ്മാണല്ലോ. അങ്ങനെ തന്നെ എന്തെന്ന് ഇസ്മുൽ ഫെയിലാണ്, ഫെയിലിന്റെ ഇസ്മാണ്. അപ്പൊ അതിനനുസരിച്ച് സിഫാത്തുൽ അഫ്ആലാകുന്ന ഇസാസ് എന്നുള്ള സിഫാത്ത് അള്ളാഹു തആലയിൽ ഉണ്ട് എന്ന് വരും. ഇസ്സത്ത് ആക്കി കൊടുക്കൽ. അപ്പോൾ തന്നെ അള്ളാഹിന്റെ ദാത്തിന് അള്ളാഹു തആലാന്റെ നിലപാടിന് അനുയോജ്യമായ ഇസ്സത്ത് ഓനിക്കണ്ട്, ഓൻ അസീസാണെന്ന് വരും. അങ്ങനെ പോലും ഇത് നിൽക്കാനുള്ള ദാത്തും വേണം. ഇനി വഫീ അഹ്ലി ദില്ലത്തി, ദില്ലത്തിന്റെ അഹ്ലുകാരൻ എനിക്ക് കാണാൻ കഴിയുന്ന കൗനുഹു മുദില്ലൻ, മുദില്ല എന്ന അസ്മാകാണ് കൗനുഹു. വഫിൽ അഹ്യായി, ജീവനുള്ള വസ്തുക്കൾ എനിക്ക് കാണാൻ കഴിയുന്നത് മാനാ ഇസ്മിഹി മുഹീ, അൽ മുഹീന്റെ മാനിയാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. വൈന്ദ സൽബിൽ അർവാഹി മിൻഹു, അതിൽ നിന്ന് അർവാഹികൾ ഊരപ്പെടുന്ന അവസരത്തിൽ മാനാ ഇസ്മുഹുൽ മുമീത്തിന്റെ മാനിയാണ് കാണാൻ കഴിയുക. വൈന്ദൽ അതാഇ, പലതും കൊടുത്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ മാനാ ഇസ്മിഹിൽ മുഅ്തീന്റെ മാനിയാണ് കാണുന്നത്. വൈന്ദൽ മൻ, ഈ തടയുന്ന അവസരത്തിൽ മാനാ ഇസ്മിഹിൽ മാനിയാണ് കാണുന്നത്.
ഖബൽ നേരത്തെ കാബിൽ എന്ന മാന കാണും, ബസ്തിന്റെ നേരത്തെ ബാസിത്ത് എന്ന മാന കാണും. വൈന്ദ ഇഫാദത്തിൽ ഫദ്ലി, അള്ളാഹുവിന്റെ ഫദ്ല് ഇങ്ങനെ കോരിച്ചൊരിയുന്ന അവസരത്തിൽ കാണുന്നത് മാന ഇസ്മിഹിൽ കരീം. കണ്ടാ, കരീമിന്റെ ശരിയായ മാന വയ്യ പറയും, പൂർണ്ണമായ മാന ഒരു പേജോളം പറയുന്നുണ്ട്. വൈന്ദ ഇജാബത്തി ദുആ, ഈ ദുആക്ക് ഇജാബത്ത് കൊടുക്കുന്ന അവസരത്തിൽ മാന ഇസ്മുൽ മുജീബ് എന്ന് കാണും. വൈന്ദ തസ്നീതിഹിൽ മദാറ, ബുദ്ധിമുട്ടാക്കുന്ന കാര്യങ്ങൾ അവന്റെ മേൽ വന്നു വീഴുന്ന അവസരത്തിൽ വജൽബിൽ മനാഫി കാണുമ്പോൾ മാന ഇസ്മിഹിൽ ലാരി അടുത്തേക്ക് ഒന്നാമത്തേലേക്ക് നോക്കിയിട്ട്, വൈന്ദ തസ്നീതിഹിൽ മദാറിലേക്ക് നോക്കിയിട്ടാണ് ഏത് മാന ഇസ്മിഹിൽ ലാർ. വജൽബിൽ മനാഫിയിലേക്ക് നോക്കിയിട്ടാണ് ഇസ്മുഹുൻ നാഫി. ഇലാ ഗൈരി ദാലിക, അങ്ങനെ തീരോളം നീ കുട്ടിക്കോ അത് നോക്കിയിട്ട് തന്നെ അറിയും. ആയ അസ്മാഉൽ ഹുസ്നയുമായി ഇവൻ ഇഹാത്ത ചെയ്യുന്ന അവസരത്തിൽ, ഇവൻ ഹിസാബ് ചെയ്യുന്ന അവസരത്തിലായിരിക്കും അത് മുഴുവൻ സുഹൂദ് കട്ടഞ്ഞു വരിക. ഏതെങ്കിലും ഒരു ഷൈഇ അല്ലാഹുവിനെ ഹിജാബാക്കുന്നത് എങ്ങനെയാണ്? വഹുവല്ലദീ ലഹറ ലികുല്ലി ഷൈഇൻ, എല്ലാ വസ്തുവിന് വേണ്ടിയും അവൻ ലാഹിറായി എന്ന് പറഞ്ഞാൽ തജല്ലാ ലികുല്ലി ഷൈഇൻ, എല്ലാ വസ്തുവിനും അവൻ തജല്ലിയായി ഹത്താ അറഫഹു, അള്ളാഹുവിനെ അറിയുന്നത് വരെ. വലിദാ, എല്ലാ വസ്തുക്കളും അള്ളാഹുവിനെ അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന്റേതായ മാരിഫത്ത്, മനുഷ്യന്മാർക്ക് ഉണ്ടാകുന്ന മാരിഫത്തിന്റെ കോലമല്ല എല്ലാ വസ്തുക്കൾക്കും ഉള്ളത്. കുല്ലുല്ലഹു ഖാനിത്തൂൻ, എല്ലാ വസ്തുക്കളും അള്ളാഹു തആലക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. അപ്പൊ കേടപ്പെടേണ്ട വസ്തുവാണ് ആ വസ്തു അതിനനുസരിച്ച രീതിയിൽ അറിഞ്ഞു. വലിദാ കാന സാജിദൻ ലഹു, അതുകൊണ്ടാണ് കുല്ലുല്ലഹു വലില്ലാഹി യസ്ജുദു മൻ ഫിസ് സമാവാതി, മുഴുവൻ വസ്തുക്കളും അല്ലാഹു തആലക്ക് സുജൂദ് ചെയ്തു എന്ന് ഖുർആനിൽ കാണാം. വമുസബ്ബിഹൻ ബിഹംദിഹി എന്നാണ്, വഇൻ മിൻ ശൈഇൻ ലാ യുസബ്ബിഹു ബിഹംദിഹി, പക്ഷെ വലാകിൻ ലാ നഫ്ഖഹു ദാലിക, നമുക്ക് തിരിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഫകുല്ലു ശൈഇൻ ആരിഫുൻ ബിഹി, എല്ലാ വസ്തുക്കളും അല്ലാഹുവിനെ കൊണ്ട് ആരിഫാണ്. അലാ ഖദ്രി തജല്ലീഹി ലഹു, അതിന് എത്രത്തോളം അല്ലാഹു തആല തജല്ലി ആയിട്ടുണ്ടോ അതിനനുസരിച്ച്. അപ്പം വലിയ തജല്ലിന്റെ കേന്ദ്രമാണ് മനുഷ്യന്. പക്ഷെ മനുഷ്യൻ തജല്ലിയായ അതിനനുസരിച്ച് അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കുഴപ്പം. അതുകൊണ്ടാണ് കൂടുതൽ അറിയാൻ വേണ്ടി സുലൂക്ക് ആവശ്യമായി വന്നത്. മറ്റുള്ള ഏത് കായിനാത്തിനേക്കാളും വലിയ രീതിയിലാണ് അള്ളാഹു മനുഷ്യന്റെ മേൽ തജല്ലിയുള്ളത്. എന്തുകൊണ്ട്? ലോകത്തിലുള്ള മുഴുവൻ വസ്തുക്കളും രക്തച്ചുരുക്കം ആലമു സഗീറാണെന്നല്ലേ മനുഷ്യനെ പറ്റി പണ്ട് പറഞ്ഞിരുന്നു. ആലമ കുല്ലിയാണ് മനുഷ്യന്. ആലമിൽ എന്തെല്ലാം ജുസയ്യാത്തുകളുണ്ടോ അത് മുഴുവനും മനുഷ്യനെ അള്ളാഹു അടക്കം ചെയ്തിട്ടുണ്ട്. ആകാശം, ഭൂമിയും സകല വസ്തുക്കളും മബായിത്തുൽ അസ്രിയിൽ ഓതിയ, അപ്പോൾ എല്ലാ വസ്തുക്കളും തജല്ലിയായ കംപ്ലീറ്റ് തജല്ലിയാണുണ്ട്. മനുഷ്യന്റെ മേൽ വല്ലാത്ത തജല്ലിയുണ്ട്. ആ തജല്ലിന്റെ തോതനുസരിച്ച് അള്ളാഹുവിന്റെ മാരിഫത്തിന് ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ളത് ആരാധന. ചിലപ്പോ തീരെ ഇല്ലാത്ത മതിയായി. കസീറും മിനന്നാസല്ലേ തന്നെ, ആളുകളെ കൂട്ടത്തിൽ നിന്ന് കുറച്ചാളേ ഉള്ളൂ. എല്ലാവരും എന്നല്ലല്ലോ പറഞ്ഞു. മറ്റുള്ള വസ്തുക്കൾ അള്ളാഹുവിനെ നിഷേധിച്ചിട്ടില്ലെങ്കിലും നിഷേധിക്കാൻ ഒരുങ്ങുന്ന മനുഷ്യൻ മാത്രം. അപ്പോ ഒന്നെങ്കിൽ വലിയ പോരായ്മ അല്ലെങ്കിൽ കുറഞ്ഞ പോരായ്മ. എന്താ വലിയ പോരായ്മ? തജല്ലി കംപ്ലീറ്റ് നടത്തിയിട്ട് ഒരു തരത്തിലുള്ള താറുഫും ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ താറുഫ് വേണ്ട പോലെ ആവാതിരിക്കുക. അപ്പോൾ ആ സുലൂക്ക് മേഖല പൂർത്തിയാക്കാനാണ് കൽപ്പന. മറ്റുള്ളവര് സുലൂക്ക് വേണ്ട, അതാതിന്റെ ബുദ്ധിക്കനുസരിച്ച് അതിന്റെ മാരിഫത്ത് അതിന് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. കുല്ലുല്ലഹു ഖാനിത്തൂൻ, അത് മെസ്സേജ് നടത്തുന്നില്ലല്ലോ. അതാ അലാ ഖദ്രി തജല്ലീഹി ലഹു വഇൻ കാന ഫിൽ അശിയാഇ, അശിയാക്കളിൽ ഉണ്ടെങ്കിലും മല്ലാ യുഖദിറുല്ലാഹ ഹഖ ഖദ്രിഹി വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി എന്ന് പറഞ്ഞില്ലേ, അതുണ്ടെങ്കിലും എന്തുകൊണ്ട്? ലിനഖ്സി മാരിഫത്തിഹി, മാരിഫത്ത് ചുരുങ്ങിയ കാരണത്താൽ, വഖുസൂരിഹ, അത് പോരായ്മ വന്ന കാരണത്താലും, ലാ ലിൻദിഫായി അസ്രിഹ, അസ്ര് തീരെ ഇല്ലാത്തത് കൊണ്ടല്ല. പറഞ്ഞില്ലേ, അള്ളാഹുവിന്റെ ഹഖ ഖദ്ർ അനുസരിച്ചിട്ട് അവനെ കണക്കിലെടുക്കാത്തത് എന്തുകൊണ്ടാണ്? മാരിഫത്തിന്റെ അളവ് ചുരുങ്ങിപ്പോയത് കൊണ്ടാണ്. ഇല്ലാത്തൊരു വസ്തുവും ഇല്ല. മനുഷ്യന്മാർ എനിക്ക് ബോധപൂർവം തള്ളി പറയുന്നു, അല്ലെങ്കിൽ അത് കുസൂർ വന്നിട്ടുണ്ട്. അത് മൊത്തം ജനങ്ങളെ എടുത്തു നോക്കിയാല് അള്ളാഹിനെ കുറച്ചെല്ലാം മനസ്സിലാക്കി കണക്കാക്കിയ ആളുണ്ടല്ലോ. പക്ഷെ മറ്റുള്ള വസ്തുക്കൾക്ക് ആ തള്ളിപ്പറയുന്ന സാധനം ഇല്ല. അത് അതിൻ്റെതായ നിലപാട് തന്നെ പോകുന്നുണ്ട്. പക്ഷെ മനുഷ്യന് കിട്ടിയ തജല്ലിനെ വളരെ കുറഞ്ഞ തോതെ അതിനുണ്ടാവുള്ളൂ എന്ന് മാത്രം.
ലോകത്തിലുള്ള അർശ കുർസി ലൗഹ കലമ മുതൽ കംപ്ലീറ്റ് വസ്തു ഇതിന്റെ മനസ്സിലുള്ളടക്കിന്. അത് ഹയ്യലോ മതി 4 ദിവസം മനസ്സിലാ പറയുന്നുണ്ട്. അർശം മനസ്സിലുണ്ട്, ലൗഹുണ്ട്, കലമുണ്ട്, ലഹൽ മഹ്ഫൂദ് ഉണ്ട്. മനുഷ്യന്റെ ഫീഡ് ചെയ്യുന്നതിന്റെ ഒരു ഫീഡ് ചെയ്യുന്നതിനുള്ള ഒരു ഡിസ്ക് ഉണ്ടാകുമല്ലോ ഇതിനുള്ളില്, റൂഹിനുള്ളില്. അതെന്താ സാധനം? മിനി ലഹുൽ മഹ്ഫൂദാണ്. ലഹുൽ മഹ്ഫൂദിൽ നിന്ന് ആലമിന്റെ കംപ്ലീറ്റ് റിക്കാർഡിങ് വരുന്നത് അതേ കോലത്തിൽ മൂപ്പർ മനുഷ്യന്റെ ബുദ്ധി കോൽപ്പെടുന്നത് ഹയ്യൽ വിശദീകരിച്ചിട്ടുണ്ട്. 4 അത് മൊബൈസിലോദീന് ഖരവസ്തുക്കളുണ്ട്, ദ്രാവക വസ്തുക്കളുണ്ട്, ഒഴുകുന്ന വസ്തുക്കളുണ്ട്, ചലിക്കുന്ന വസ്തുക്കളുണ്ട്, എല്ലാം മനസ്സിലുണ്ട്. കാടും പടലും മനുഷ്യനില്ലേ? വീരപ്പം കൊടുന്ന കാടല്ലേ മനുഷ്യന്റെ തലയിലാക്കിനി. ഇതിന്റെ കാട്ടിൽ എന്തെല്ലാം കാട്ടുജീവികളുണ്ട്, പേൻ മുതൽ എന്തെല്ലാം വസ്തുക്കളുണ്ടാന്ന് കഴിച്ചു കൂട്ടുന്നു. ഉറവിടങ്ങളില്ലേ? ഉമിനീര് ഗ്രന്ഥിന്ന് ഉറവിടമുണ്ട്, കണ്ണുനീര് ഗ്രന്ഥിയിൽ ഉറവിടങ്ങളുണ്ട്. ഇതിലുണ്ട് പാറക്കല്ലുകളില്ലേ? ഭൂമിയിലെ പാറക്കല്ലുണ്ട്. മനുഷ്യനെ എല്ലുവാണെന്നില്ല, നല്ല പാറക്കല്ല് എടുക്കുന്നതില്ല. വാഹിനം പാത്രം കംപ്ലീറ്റ് മനുഷ്യൻ ഒതുക്കിയിരുന്നു. അപ്പൊ ആകാശ ഭൂമിയിലും ഓരോ ജുസ്ഇയ്യാത്തും തജല്ലിയായ കംപ്ലീറ്റ് തജല്ലി മനുഷ്യർക്ക് കുല്ലിയായ തജല്ലി ഒട്ടാകുണ്ട്. ആ കുല്ലിയായ തജല്ലിന്റെ ഗൗരവം അനുസരിച്ചിട്ട് ഇവൻ കണക്കിലെടുക്കാത്തത് കൊണ്ട് അതുകൊണ്ട് ഏതെങ്കിലും ഒരു വസ്തു എങ്ങനെയാണ് അള്ളാഹുവിനെ ഹിജാബാക്കുന്നത്? തസവ്വുർ തന്നെ. എല്ലാ ഷൈഇന്റെയും വുജൂദിന് മുമ്പായിട്ട് അവനല്ലേ അല്ലാഹിറായത്. എന്തുകൊണ്ട്? ലാഹിർ എന്ന പേര് അവന് തഹഖുഖായിട്ടുണ്ട് അസലം വാബദൻ. മറ്റുള്ളതിന് കുറെ കാലത്തിന് ശേഷമേ ലാഹിർ എന്നുള്ള കിട്ടിയിട്ടുള്ളൂ. അപ്പൊ ഈ ഗ്ലാസ് ഇപ്പം ലാഹിർ എന്ന് പറയണമെങ്കിൽ അടുത്ത കാലത്താണ്. ഇത് കുറച്ചാലും കഴിഞ്ഞ് എല്ലാണ്ടായി ചെയ്യും. അസലുമില്ല അബുദുമില്ല. പക്ഷെ അല്ലാഹിറു എന്നുള്ളത് അള്ളാഹു താലക്ക് എപ്പം തുടങ്ങിയതിന്? അസല് മുതൽ അബുദ് വരെയുണ്ട്. അന്നുണ്ട്, ഇന്നുണ്ട്, എന്നുണ്ട്. ആണ്. ഗൈറു മുഖ്തസബാണ്, മറ്റൊന്നിൽ നിന്ന് കിട്ടിയതല്ല. വലാ മുസ്തഫാദും അല്ല, വലാ മാലൂലൻ മറ്റൊരു ഇല്ലത്തിനാൽ ഉണ്ടായി തീർന്നതുമല്ല. അതിന്റെ എല്ലാ ജാനിബും മൂപ്പറടച്ചു. ളുഹൂറുൽ അക്വാൻ, അക്വാനിന്റെ ളുഹൂറുണ്ടല്ലോ, അത് നാശിഉൻ മിൻ തജല്ലിഹി അലൈഹാ, അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ തജല്ലി അതിന്റെ മേൽ പതിഞ്ഞതുകൊണ്ടാണ്. ബി സിഫത്തുൽ ളുഹൂർ എന്ന സിഫത്ത് മുഖിച്ചിട്ട്. ലാഹിർ എന്ന ഇസ്മിന് എന്തുണ്ട്? ളുഹൂർ എന്ന സിഫത്തുണ്ട്. ഫകൈഫ തകൂനു ഹാജിബത്തൻ ലഹു, പിന്നെ എങ്ങനെയാണ് ഈ അക്വാന് അല്ലാഹു തആല ഹാജിബാക്കൽ? കൈഫ തസവ്വറ യഹ്ജബഹു ശൈഉൻ വഹുവ അൽഹറു മിൻ കുല്ലി ശൈഇൻ, എല്ലാ വസ്തുക്കളെക്കാളും ഏറ്റവും ളുഹൂറുടയവൻ അവനാണല്ലോ, പിന്നെങ്ങനെയാണ് അവന് ഹിജാബാക്കപ്പെടുക? വുജൂദ് എന്നുള്ളത് അൽഹറാണ് മിനൽ അദമിനേക്കാൾ. അദം ഏത് മത്തമയിലായാലും അദമിനേക്കാണ് വുജൂദ് അൽഹറല്ലേ അലാ കുല്ലി ഹാലിൻ. ഇനി ഒരു അത് അസ്ലിയായിട്ട് പിടിച്ചിട്ട് വുജൂദും അദമും കൂടെ നോക്കിയാൽ ഏതിനാ ളുഹൂറ്? വുജൂദിന് അല്ലേ? ഇനി ദാത്തിയുണ്ട്, ദാത്തി അല്ലാത്തതുണ്ട്, അറളിയുണ്ട്. ഏതിനാണ് കൂടുതൽ ശക്തി? ദാത്തിക്ക്. അപ്പൊ അള്ളാഹുവിന്റെ വുജൂദ് അൽഹറുമാണ് ദാത്തിയുമാണ് എന്ന് പറയാലോ. വലി അന്നൽ ളുഹൂറ, അത് മറ്റൊരു തഹലീല്. ഈ അന്നൽ വുജൂദ എന്നുള്ളത് ഒരു അസ്ൽ തഹലീലുണ്ടാകും. ളുഹൂർ എന്നുള്ളത് എന്താണ്? ദാത്തിയ ളുഹൂർ അക്കവയാണ് മിനൽ അറളിയ ളുഹൂറിനാക്കാണ്. ഇനി മൂന്നാമത്തേത് വല്ലുഹൂറുൽ മുത്തലക്കാണ് അള്ളാഹു തആലക്കുള്ളത്. അത് അക്കവയാണ് മിനൽ മുഖയ്യദ ളുഹൂറിനാക്കണം. എന്താണ് മുഖയ്യദ്? അവന്റെ മക്കളിൽ നിന്ന് ഉണ്ടായിട്ട് കിട്ടിയില്ലെന്ന് അറിയാല, അത് ഒരു പ്രത്യേക സമാനിലേക്ക്. വദ്ദായിമു അക്വാ മിനൽ മുൻസരിമി, ദായിമയായ ളുഹൂറാണ് അക്വാ എന്തിനേക്കാണ്? ഇടക്ക് വെച്ചിട്ട് നഷ്ടപ്പെട്ടു പോകുന്നതിനേക്കാണ്. ഇതെല്ലാം അല്ലാഹു തആലക്കുള്ളതാ. ഏതെല്ലാം? ഒന്ന് അസ്ലിയായ വുജൂദ്, ദാത്തിയാണ്, പിന്നെ മുത്ലഖാണ്, ദായിമുമാണ്. വൈന്നമാലം യുദ്രക്കിലിൽ ഖോലി, അപ്പൊ പക്ഷെ അക്കലുകൾക്ക് ഇതൊന്നും പിടുത്തം കിട്ടുന്നില്ലല്ലോ. അതെന്തേ? അത് മാ ശിദ്ദത്തി ളുഹൂരി, ഇത്രമാത്രം ളുഹൂർ ശിദ്ദത്താതോടൊപ്പം അത് ഹയ്യല് പ്രത്യേകമായ ചാപ്റ്റർ തന്നെ പറഞ്ഞു. ശിദ്ദത്തുൽ ളുഹൂർ എന്തുകൊണ്ട് ഖഫാ ഉണ്ടായി? ശിദ്ദത്തുൽ ളുഹൂറായ സാധനം എന്തുകൊണ്ട് ഖഫായായി മാറിക്കളഞ്ഞു? അതിന്റെ രീതി എങ്ങനെ? ശിദ്ദത്തുൽ ളുഹൂറാകുമ്പോ അത്ര കണ്ട് ളുഹൂറാവേലേ വേണ്ടത്, എന്തുകൊണ്ട് ഖഫായിലേക്ക് എത്തി? അത് മുപ്പർ പറഞ്ഞു ഈ ഹയ്യലുണ്ടെങ്കിൽ. അതാ ലിയന്ന ശിദ്ദത്തുൽ ളുഹൂരി ലാ യുതീഖുഹു ളുഅഫാ, സിദ്ദത്തുൽ ളുഹൂർ വന്നു കഴിഞ്ഞാല്
ലഈഫായ ആളുകൾക്ക് താങ്ങാൻ കഴിയൂല. ഏതുപോലെ കൽ ഖുഫാഷ്, ഖുഫാഷ് എന്ന പക്ഷിനെ പോലെ, യുബ്സിറു ബില്ലൈലി, അതിന് രാത്രിയെ കണ്ണു കാണുള്ളൂ, ദൂനൻ നഹാരി, പകല് കണ്ണു കാണൂല. അത് ലാലി ഖഫാഇൻ നഹാർ, പകല് ഖഫിയാത് കൊണ്ടല്ല, വസ്തിനാറത്തിഹി ബൽ ബിലി സിദ്ദത്തി ദുഹൂരി, പകല് അതിന്റെ കാഴ്ചക്ക് ദുഹൂറ് കുറച്ച് ശക്തി കൂടിപ്പോയപ്പോൾ ഇവന്റെ കണ്ണിന് തളർച്ച വിട്ടിപ്പോയതാണ്, കണ്ണ് തുറക്കാൻ കഴിയില്ല. അതതിന്റെ കാരണം. രാത്രി എന്താക്കും, മഗ്‌രിബാകുമ്പോൾ ലേശം ലേശം തുറന്നിട്ട് ഇരുട്ടത്ത് നല്ലോണം തുറന്നു വെക്കും, അങ്ങനെ അതിന്റെ കാഴ്ച വരികയാണ്. അപ്പൊ നമ്മളെല്ലാം ഖുഫാശികളായി. അപ്പൊ ഫൈന്ന ബസറൽ ഖുഫാശ് ലഈഫുൻ, ഖുഫാസിന്റെ ബസർ ലഈഫാണ്. യുബഹിറുഹു നൂറു ശംസി, സൂര്യപ്രകാശം അതിനെ തകർത്തിക്കളയും. ഇത് അശരക്കത്ത്, അത് എത്രത്തോളം ജ്വലിക്കുന്നുവോ അത്ര കണ്ടതിന്റെ കണ്ണിന് കാഴ്ച കുറഞ്ഞു കൊണ്ടേണ്ടിരിക്കും. ഫയകൂനു ശിദ്ദത്തുൽ ളുഹൂരി ളുഹൂരിൻ നഹാരി മഅ ളുഅഫി ബസരി, ഈ ഖുഫാഷിന്റെ ബസറിന് ളുഅഫൊരു ഭാഗത്ത്, നഹാറിന്റെ ശിദ്ദത്തുൽ ളുഹൂരി കൊണ്ട് വന്നപ്പോൾ സബബൽ ഇംതിനാഇ ബിസാരി, അതിന്റെ കണ്ണിന്റെ കാഴ്ചക്ക് ഒരു തടസ്സമുണ്ടാക്കി തീർത്തു. ഫലാ യറാ ശൈഅൻ, അപ്പോൾ നട്ടുച്ച വെയിലത്ത് ഖുഫാഷിന് ഒന്നും കാണാൻ കഴിയൂല. കുറച്ച് വൈകുന്നേരമായിട്ട് എന്താ പറയാ, ഇല്ല ഇദം തജദല്ലലാമു ബിൽ ലൗഇ, ഇപ്പോഴുള്ള ലൗഇനോടെന്താകണം, കുറെ ലലാം ഇരുട്ടി ഇങ്ങനെ കൂടി 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 ഇങ്ങനെ മുത്തസിയായിട്ട് വരണം കേട്ടാ. എന്നിട്ട് വളഅഫ ളുഹൂറുഹു, ആ ലൗഇന്റെ ളുഹൂറ് കുറച്ച് ലഈഫാകുകയും വേണം. ഫകദാലിക, ഇതുപോലെ അൽഖൂലു ലഈഫത്തുൻ, അല്ലാഹുവിനെ ഉൾക്കൊള്ളാൻ ശ്രമം നടത്തുന്ന ഉഖൂലുകൾ ലഈഫത്താണ്, ഖുഫാഷിന്റെ കണ്ണുപോലെയാണ്. വജമാലുൽ ഹദ്റത്തിൽ ഇലാഹിയത്തിന്റെ ഹദ്റത്തിന്റെ ജമാലോ ഫീ ഗായത്തിൽ ഇശ്റാഖ് വൽ ഇസ്തിനാറത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഫസാറത്ത് സിദ്ദത്തു ദുഹൂരിഹി, അതിന്റെ സിദ്ദത്തു ദുഹൂർ എന്നതായി സബബൽ ഖഫാഇഹി, അക്കലുകൾക്ക് മറഞ്ഞു കിടക്കാനുള്ള കാരണമായി മാറിപ്പോയിരിക്കുന്നു. കൈഫ യതസവ്വറു അൻ യഹ്ജുബഹു ശൈഉൻ, അത് അക്കലിന് അക്കലുമായ ദലീലോട് കിട്ടണമെങ്കിൽ യഹ്യ നോക്കണം. യഹ്യ ലൈഫാന്ന് മറ്റൊരു പറഞ്ഞോട്ട് നോക്കന്നെ. കൈഫ യതസവ്വറു അൻ യഹ്ജുബഹു ശൈഉൻ, ഏതെങ്കിലും ഒരു ശൈഇ അല്ലാഹുവിനെ ഹിജാബാക്കൽ എങ്ങനെയാണ്. വഹുവൽ വാഹിദുൽ ലദീ ലൈസ മഅഹു ശൈഉൻ, വാഹിദ ഏകനായ മൗജൂദ് അവൻ മാത്രമാണ്, അവന്റെ കൂടെ ഒരു ശൈഉം മൗജൂദല്ല. അങ്ങനെ പറഞ്ഞ മുകളിലേക്ക് എത്തി. ഇത് കുല്ലു ശൈഇൻ സിവാഹു അദ്മുൻ ലാ വുജൂദ ലഹു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, അല്ല തഹഖീഖ് പ്രകാരം. അപ്പൊ ഫലൈസ തമ്മ ശൈഉൻ, ഹാജിബ് മഹജൂബ് എന്ന് പറഞ്ഞ സാധനം അടില്ല. ഹാജിബാണെന്ന് വാദിക്കപ്പെടുന്ന സാധനം തന്നെ ഇല്ലെങ്കിൽ പിന്നെ മഹജൂബും ഇല്ല, ഹിജാബും ഇല്ലല്ലോ. ഇതിൽ വുജൂദുൽ ഹഖീഖിയ്യു കുല്ലുഹു ലഹു, അവന് മാത്രമാണ്. വലാ ശൈഅ മിൻഹു ലിഗൈരിഹി, ഹഖീഖിയ്യ വുജൂദിൽ നിന്നുള്ള ഒരു ശൈഉം മാലിക്കില്ല, ഗൈറിനില്ലല്ലോ. കൈഫ യതസവ്വറു അൻ യഹ്ജുബഹു ശൈഉൻ വഹുവ അഖ്റബു ഇലൈക മിൻ കുല്ലി ശൈഇൻ, ഏതെങ്കിലും ഒരു ശൈഅ അല്ലാഹുവിനെ ഹിജാബാക്കൽ എങ്ങനെയാണ്. വഹുവ അല്ലാഹുവാണ്, അഖ്റബു ഇലൈക മിൻ കുല്ലി ശൈഇൻ, എല്ലാ ശൈഇനേക്കാളും അഖ്റബ് അല്ലാഹു ആയിരിക്കവേ നിന്നെ ഹിജാബാക്കണമെങ്കിൽ ഈ അഖ്റബായ സാധനത്തിന്റെ മുമ്പിൽ വേറൊരു അഖ്റബ് ഉണ്ടാകട്ടെ. എന്നിട്ട് വേണ്ടേ ആ സാധനത്തിനാ ഹിജാബാക്ക. ഇതിവിടെ അഖ്റബാക്കി വെച്ചു, മക്കാനിയ ഖുർബല്ല ഉദ്ദേശിക്കുന്നത്. ഇത് അഖ്റബായിരിക്കെ ഹിജാബാക്കണമെങ്കിൽ ഇതിനാക്കാണ് അഖ്റബായ സാധനം ഇപ്പുറം വെക്കണ്ടേ, അതാണ് അസുബറാകുന്നത്. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ് എന്നാണ് ഈ സുബൂത്ത് ഇഹാതതിഹി ബിക, അഖ്റബു കുല്ലി ശൈഇൻ എങ്ങനെ അവന്റെ ഇഹാത സുബൂത്തായിട്ടുണ്ട്. അല്ലാഹു തആല മുഹീത്ത് എന്ന് പറഞ്ഞാൽ ഖുദ്റത്ത് കൊണ്ടും ഇറാദത്ത് കൊണ്ടും ഇൽമു കൊണ്ടും റഹ്മത്ത് കൊണ്ടും എല്ലാം ഇഹാത ചെയ്തിട്ടാണ്. അല്ലാഹുവിന്റെ ഈ സിഫാത്തിന്റെ തജല്ലിയാത്തിനെ തൊട്ട് എനിക്ക് പുറത്തു പോകാനൊരിക്കലും സാധിക്കൂലല്ലോ. വഖയ്യൂമതിഹി അലൈക, അവന്റെ കയ്യൂമയ്യത്തും നിന്നെ സുബൂത്താക്കിയിട്ടുണ്ട്. ഖാല അല്ലാഹു തആല വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ് എന്ന് അല്ലാഹു തആല പറഞ്ഞത്. ഹബ്ലുൽ വരീദിനേക്കാളും നമ്മൾ അവനെക്കുള്ള അഖ്റബാണ് എന്ന് അല്ലാഹു പറഞ്ഞു. അപ്പൊ ഫഹുവ ഖരീബുൻ ലനാ, അപ്പോൾ അല്ലാഹു തആല നമ്മളെക്കുള്ള ഖരീബാണ്. ബിദാതിഹി, ദാത്ത് കൊണ്ട് തന്നെ ഖരീബാണെന്നാണ് ഇന്ദ അഹ്ലി ശുഹൂദിനടുക്കൽ. വഅമ്മാ അഹ്ലുൽ ഹിജാബുകൾ ഫയഖൂലൂന ഖരീബുൻ ബിഇൽമിഹി വഖുദ്റതിഹി വഇറാദതിഹി ലാ ഗൈരി ദാലിക, സിഫാത്ത് കൊണ്ട്. അതെ അത്രക്കാർക്ക് പറയാൻ പറ്റുള്ളൂ. ദാത്ത് കൊണ്ട് ഖരീബ് എന്ന് പറഞ്ഞാൽ തസവ്വുറാക്കാനും കഴിയൂല, പറഞ്ഞുകൊടുക്കാനും കഴിയൂല. ഫയഖൂലൂന ഖരീബാണ്, ഇൽമു കൊണ്ട് ഖരീബ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഇൽമിൽ നിന്നും ഇദ്റാക്കിൽ നിന്നും ഒരണുമണിത്തോക്കും ഇവന്റെ ഹാല് പുറത്തു പോയിട്ടില്ല.
കുതിരത്ത് കൊണ്ടുണ്ട് ഇവന്റെ മേലിൽ എന്ത് തരത്തിലുള്ള തഗ്ഫീറാണോ ആക്കേണ്ടത് അല്ലാഹു തആല കുതിരത്ത് യാതൊരു തരത്തിലുള്ള അജ്സുമില്ല, യഥാർത്ഥത്തോട് തഖ്സീസാക്കിയിട്ടുണ്ട്. റഹ്മത്ത് കൊണ്ടുണ്ട്. ഇതാ കൈതാലിക്കുന്ന റഹ്മത്ത് ആമുണ്ട്, ഖാസുണ്ട്. എല്ലാ പടപ്പുകൾക്കും ആമ്മാ റഹ്മത്ത് കൊണ്ടുണ്ട് ഖുർബ്. മോമിനീങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തുണ്ട്? ഖാസാ റഹ്മത്ത് കൊണ്ടുണ്ട് ഖുർബ്. അതുകൊണ്ട് കണ്ണൂർ ഇതെല്ലാം കണ്ണൂരിൽ എത്ര പാട് ചർച്ച ചെയ്ത് കഴിഞ്ഞു. എന്തെല്ലാം ചർച്ചകളാണ് അവിടെ നടന്നു പോകുന്നത്. എന്തെങ്കിലും ഒരു ഷൈ അവനെ ഹിജാബാക്കുന്നത് എങ്ങനെ? അവനെങ്ങാനും ഇല്ലായിരുന്നുവെങ്കിൽ കുല്ലു ഷൈഇന്റെ വുജൂദ് ഉണ്ടാകുമായിരുന്നില്ല. അപ്പൊ കുല്ലു ഷൈഇന്റെ വുജൂദ് എന്ന് പറഞ്ഞത് ഒരു ഷൈഇന്റെ വുജൂദും ഉണ്ടാവൂല എന്നല്ലേ പറയേണ്ടത്? അപ്പൊ കണക്ക് പ്രകാരം കുല്ല് നടന്ന് പോകാലേ വേണ്ടി. വലൗലാഹു മാകാന വുജൂദ് ഷൈഇൻ, ഒരു ഷൈഇന്റെ വുജൂദ് ഉണ്ടാവൂല എന്നാണ്. അവിടെ കുല്ല് എന്നുള്ളതിനാടെ ഒരു മൈന ശരിക്കും വരൂല. മുസന്നിഫിന് എത്ര എന്നല്ല പറയുന്നേ. ആ ഷൈ കൊണ്ടാണ് ഇസ്തിദ്ലാൽ ചെയ്ത അൽ മുസാഹിദൂന, മുസാഹിദീങ്ങൾ അല്ല, അസ്തദല്ല ബിഹി അള്ളാഹുവിനെ കൊണ്ടാണ്. മുസാഹിദീങ്ങള് സുഹൂദിന്റെ അഹലുകാര് അള്ളാഹു മുഖേന അഷിയാക്കളുണ്ടെന്നാ തിരിച്ചാ പറഞ്ഞിരിക്കുന്നത്. രണ്ട് തരക്കാരുണ്ട്. ഒന്ന് അള്ളാഹു, അതേപോലെ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു മുസന്നിഫായ ഒരു മനുഷ്യൻ, ആലിമായ മുസന്നിഫായ ഒരാളെ ആദ്യമായി നമുക്ക് നേരിട്ട് പരിചയപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഇൽമ, അദ്ദേഹത്തിന്റെ സംസാരം കേട്ടു, അദ്ദേഹത്തിന്റെ ഇൽമിന്റെ കദറെല്ലാം നമുക്ക് നന്നായിട്ട് മനസ്സിലായി. ഉടനെ ചോദിക്കുന്നത്, നിങ്ങൾക്ക് തസാനീഫുകൾ വല്ലതും ഉണ്ടോ എന്നാ ചോദിക്കുന്നത്. തസാനീഫുണ്ട്. നമ്മ മുപ്പർ ലൈബ്രറി കയറിയിട്ട് ആ തസാനീഫുകളൊക്കെ എന്റെ തസാനീഫുകളാണെന്ന് കാണിച്ചു. ഇവിടെ ആദ്യം എന്താണ്ടായത്? മുസന്നിഫിനെ കണ്ടിട്ട് മുസന്നിഫ് മുഖേന തസാനീഫ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അതൊന്ന് കാണിച്ചാന്നാ പറഞ്ഞത്. മുസാഹിദിന്റെ അഹലുകാർ അങ്ങ് മുകളിലേക്ക് താഴേക്കാ തിരിച്ചു വെച്ചിട്ടെന്താക്കി? നമുക്ക് ഇമാം ഖസാലി റളിയല്ലാഹു അൻഹു കണ്ടിട്ടുമില്ല, നമുക്ക് നേരിട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല, ഓരോ ശബ്ദം കേട്ടിട്ടില്ല. പക്ഷെ ഹയ്യാൽ ഉമ്മദീൻ എന്ന തസാനീഫ് കണ്ടപ്പോൾ ഇങ്ങനെ ഒരാൾ ഇന്ന കാലത്ത് ഉണ്ടായിരുന്നു, ഇന്ന വിഷയത്തിൽ ഓർ എത്ര വലിയ ആളായിരുന്നു എന്നാക്കി തസ്നീഫ് നോക്കിയിട്ട് മുസന്നിഫിനെ കണ്ടെത്തുന്ന രീതിയുണ്ട്. അപ്പൊ ഇതാണ് അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് എന്ന് പറഞ്ഞ തസ്നീഫ് കാണുന്നില്ലേ? ഖസാലി ഇമാമിനെ കണ്ടുപിടിച്ചോളി എന്ന് പറഞ്ഞ മാതിരിയാണ്. കസീദ് നോക്കിയിട്ട് അവർ ഇമ്രാൻ കേസിനെ കണ്ടുപിടിച്ചോ? ഇമ്രാൻ കേസിന്റെ പാട്ട് നേരെ കേട്ടിട്ട് രണ്ടാളായിരിക്കുന്ന നിങ്ങൾ കവിയാണല്ലോ, നിങ്ങളെ പാട്ടൊന്ന് കേൾപ്പിക്കുന്ന